അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുവാനാവട്ടെ. മനാറുസ് സബീൽ എന്ന ഗ്രന്ഥത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഇനങ്ങൾ അതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു വന്നത്. അത് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ വിഷയങ്ങൾ വളരെ വേഗത്തിലൊന്ന് മുറാജ ചെയ്തിട്ട് നമുക്ക് പുതിയ മസാലകളിലേക്ക് കടക്കാം. എത്ര ഇനങ്ങളുണ്ട് വെള്ളത്തിന്? മോനെ, 3 ഇനങ്ങൾ. അതിലൊന്നാമത്തെ ഇനം, അതിൻ്റെ പേര് തൊഹൂർ എന്നുള്ളതാണ്. എങ്ങനെയാണ് തൊഹൂറായ വെള്ളത്തിന് വേർതിരിച്ചറിയാൻ കഴിയുക? തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് നമുക്കതിനെ തൊഹൂറാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയാനുള്ള എളുപ്പ വഴി എന്താ? നിറം നോക്കിയിട്ടാണോ, രുചി നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ ഷേപ്പ് നോക്കിയിട്ടാണോ? എങ്ങനെയാണ് നമുക്കതിനെ തൊഹൂറാണോ അല്ലയോ തിരിച്ചറിയാൻ കഴിയാം? അതിനുള്ള മാനദണ്ഡം എന്താ? ഇല്ല, അവിടെ മണോരുചിയും സൃഷ്ടിച്ചത് മറക്കാം. അതാണ് അതിൻ്റെ ബാബിത്ത്. അള്ളാഹു എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതേ അവസ്ഥയിൽ ബാക്കിയുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ സൃഷ്ടിച്ചുവോ അതേ രൂപത്തിൽ ബാക്കിയുണ്ടാവാം. അതൊക്കെ തൊഹൂറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അതേ രൂപത്തിൽ ബാക്കിയായാൽ മതി. അതെന്ത് നിറമാണെങ്കിലും കുഴപ്പമില്ല, പച്ചയാണെങ്കിലും കുഴപ്പമില്ല, നീലയാണെങ്കിലും കുഴപ്പമില്ല, അത് നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, അതിനിപ്പോൾ ഉപ്പുള്ള കടൽ വെള്ളമാണെങ്കിലും അള്ളാഹു സൃഷ്ടിച്ച രൂപത്തിൽ തന്നെ ബാക്കി നിൽക്കുന്ന വെള്ളം, അതെല്ലാം തൊഹൂറായ വെള്ളം. ഈ തൊഹൂറായ വെള്ളം നമ്മൾ അതിൽ പറഞ്ഞത് അത് 4 ഇനങ്ങളുണ്ടെന്നാണ്. അത് 4 ഇനങ്ങളുണ്ടെന്നാണ്. അതിലൊന്നാമത്തെ ഇനം തൊഹൂറാണ്, പക്ഷെ അത് ഉപയോഗിക്കൽ ഹറാമാണ്. തൊഹൂറാണ്, പക്ഷെ ഉപയോഗിക്കൽ ഹറാമാണ്. ഉപയോഗിക്കൽ ഹറാമായതുകൊണ്ട് തന്നെ നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ആ വെള്ളം കൊണ്ട് അശുദ്ധിയെ ഉയർത്താൻ, വുളു എടുക്കാനോ അല്ലെങ്കിൽ ജനാപത്തുകാരനായി കുളിക്കാനൊന്നും അതുകൊണ്ട് പറ്റൂല. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞത്, മോഷ്ടിച്ചെടുത്ത വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത, വലൈക്കും സലാം, അനുവാദമില്ലാത്ത വെള്ളം. രണ്ടാമത്തെ ഇനം പറഞ്ഞത് തൊഹൂറാണ്, പക്ഷേ പുരുഷന്റെ അശുദ്ധിയെ ഉയർത്തൂല. ഒന്നാമത്തെ ഇനം ആരുടെ അശുദ്ധിയെ ഉയർത്തൂല. ആര് ഒതു കൊടുത്താലും, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒക്കെ ആര് ഒതു കൊടുത്താലും ആ വെള്ളം തൊഹൂറാണെങ്കിലും അശുദ്ധി എന്താവൂല, നീങ്ങൂല, നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആകാൻ കഴിയില്ല. ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ പറ്റും, പക്ഷേ പുരുഷനാണെങ്കിൽ പറ്റില്ല. അങ്ങനത്തെ ഇനാണ് രണ്ടാമത്തെ ഇനം. അതെപ്പോഴങ്ങനെ ആവാം? ആരെ പറയാം? എപ്പോഴങ്ങനെ ആവാം? മറക്കാം. ഒന്നാമത്തത് പ്രായപൂർത്തിയായ സ്ത്രീ ആയിരിക്കണം. രണ്ടാമത്തത് അവർ പൂർണ്ണമായും ഒരു ശുദ്ധി വരുത്തിയിരിക്കണം. വുളൂആണെങ്കിൽ പൂർണ്ണമായി വുളൂ എടുത്തിരിക്കണം, അല്ലെങ്കിൽ കുളിക്കുകയാണെങ്കിൽ പൂർണ്ണമായി കുളിച്ചിരിക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തത് അവർ ഒറ്റയ്ക്ക് ആയിരിക്കണം. പിന്നെ നാലാമത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, വളരെ കുറച്ച് ചെറിയൊരളവ് മാത്രം വെള്ളമായിരിക്കണം. അപ്പോൾ വലിയൊരു
ഒരു കടൽ അല്ലെങ്കിൽ വലിയൊരു പുഴ, അതിലൊന്നും അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാൽ അശുദ്ധി ഉയർത്തി കഴിഞ്ഞാൽ പിന്നൊരു പുരുഷന് പോയിട്ട് അശുദ്ധി ഉയർത്താൻ പറ്റില്ല എന്നൊന്നുമില്ല. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു മസാല വരുന്നത്. അത് പുരുഷൻ്റെ അശുദ്ധിയെ ഉയർത്തുകയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞു, ഖിലാഫുള്ള വിഷയമാണ്. ചില പണ്ഡിതന്മാർ അത് ഈ ഹദീസിനെ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. എങ്കിലും സ്വഹാബത്തിൽ നിന്നും മറ്റുമൊക്കെ സ്ഥിരപ്പെട്ടു വന്ന അസറുകൾ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുകയുണ്ടായി. അപ്പം അതെല്ലാം അറിയിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇനം അതാണ്. ആദ്യത്തെ ഇനം ആരുടെയും അശുദ്ധിയെ ഉയർത്തൂല. രണ്ടാമത്തത് പുരുഷൻ്റെ അശുദ്ധിയെ ഉയർത്തൂല. സ്ത്രീയാണെങ്കിൽ പിന്നെ വരുന്ന വുളു ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. മൂന്നാമത്തെ ഇനം തൊഹൂറാണ്, പക്ഷേ മക്രൂഹാണ്. തൊഹൂറാണ് പക്ഷേ മക്രൂഹാണ് എന്ന് വെച്ചാൽ, മക്രൂഹാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റ് ഈ പറയുന്ന മക്രൂഹല്ലാത്ത വെള്ളം ഉണ്ടായിരിക്കെ ഇത് ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ മറ്റു വെള്ളങ്ങളില്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല. മറ്റു വെള്ളങ്ങളില്ലെങ്കിൽ ഇതുപയോഗിക്കുന്നതിൽ തെറ്റുമില്ല. അതിന് നമ്മൾ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. എന്തൊക്കെ ഓർമ്മയുണ്ട്? ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞേ. തൊഹൂറായ മക്രൂഹായ വെള്ളത്തിന് കർപ്പൂരം വീണ് മാറ്റം വന്ന വെള്ളം. കർപ്പൂരം എന്നല്ല, ആ വെള്ളത്തിൽ കൂടിക്കലരാത്ത എന്തെങ്കിലും ഒരു കാര്യം, എണ്ണയോ കർപ്പൂരമോ എന്തെങ്കിലും ഒരു കാര്യം, അത് വീണിട്ട് ആ വെള്ളത്തിന് ചെറിയൊരു മാറ്റം വരികയാണ്. കൂടിക്കലരുന്ന കാര്യമല്ല. അങ്ങനെയുള്ള വെള്ളം എന്താണ്? മക്രൂഹായ വെള്ളം. പിന്നെ വേറൊരു ഉദാഹരണം ബിലാൽ. അതിപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ, വേറെ ഏതെങ്കിലും? കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. രുചിയിലെ മാറ്റം അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. രുചിയിലെ മാറ്റം അത് വരുന്നുണ്ട്, അത് വേറൊരു വിഷയമാണ്. കേട്ടില്ല? മക്ബറയിലുള്ള കിണറ്റിലെ വെള്ളം. മക്ബറ എന്ന് പറയുമ്പോൾ കുറേ കബറുകൾ, ഖബർസ്ഥാൻ എന്നൊക്കെ പറയില്ലേ, ആ കബറുകൾക്കിടയിലൊരു കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളം. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞിരുന്നു. കടലിൽ നിന്നെടുത്ത ഉപ്പ്, സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പതാണ്. കറിക്കിടാവുന്ന ഉപ്പ് കടലിൽ നിന്നെടുത്ത ഉപ്പാണ്, വെള്ളത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഉപ്പാണ്. ആ ഉപ്പ് കലർന്ന വെള്ളം തൊഹൂർ തന്നെയാണ്. പക്ഷെ അത് മക്രൂഹാണ്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കണം. തൊഹൂറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവശ്യമെങ്കിൽ ഇതുകൊണ്ട് ഉപയോഗിച്ച് നമുക്ക് വുളൂ ചെയ്യാം, കുളിക്കാം. ആണ് തൊഹൂറാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മക്രൂഹാണെന്ന് പറയുന്നത് മറ്റ് വെള്ളം, ഇങ്ങനത്തെ അല്ലാത്ത വെള്ളം ഉണ്ടായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യരുത്? ഇത് ഉപയോഗിക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ വേറൊരു മസാല നമ്മൾ പറഞ്ഞത് സംസം വെള്ളത്തിനെ പറ്റിയിട്ടാണ്. സംസം വെള്ളം എന്തൊക്കെ കാര്യങ്ങളിലാണ് മക്രൂഹാവാം? എന്തിനൊക്കെ ഉപയോഗിക്കാം, എന്തിനൊക്കെ ഉപയോഗിക്കാൻ പാടില്ല? വുളു എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും, പ്രശ്നമൊന്നുമില്ല. മക്രൂഹൊന്നും ആവൂല. മക്രൂഹാവുമോ? ആകും. ഓർമ്മയില്ല അല്ലേ?
കുളിക്കുന്നത് എന്തു കുളി? സാധാ കുളി. ഏതു കുളിയും മക്റൂഹാണോ? ജനാബത്ത് കുളിയാണ് എന്ത് മക്റൂഹായിട്ടുള്ളത്. സാധാ കുളി കുളിക്കുന്നത് എന്തല്ല? മക്റൂഹല്ല. സാധാ കുളി കുളിക്കുന്നത് സംസം വെള്ളം കൊണ്ട് കുളിക്കുന്നത് മക്റൂഹല്ല. ജനാബത്ത് കുളിക്കുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിമർശിച്ചിട്ടുള്ള, വിലക്കിയിട്ടുള്ള കാര്യം. വുളു ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കറാഹത്തുണ്ടോ? മക്റൂഹാകോ? ഇല്ല. വുളു ചെയ്യുന്നത് മക്റൂഹല്ല കേട്ടോ. അപ്പം എത്ര ഇനങ്ങളായിപ്പോ? ആദ്യത്തെ ഇനം ആണിനും പെണ്ണിനും തൊഹൂറാകാത്ത വെള്ളം. ശരിക്കും തൊഹൂറാണ്, പക്ഷെ ശുദ്ധി ഉയരൂല. അത് ഉപയോഗിക്കൽ ഹറാമാകും. അതാണ് ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം പെണ്ണിന് പ്രശ്നമല്ല, പെണ്ണുങ്ങൾക്കത് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അവർക്കത് ശുദ്ധി ഉയർത്താൻ പറ്റും. പക്ഷെ പുരുഷന് പറ്റൂല. അത് രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ ഇനം തൊഹൂറ് തന്നെയാണ്, പക്ഷേ മക്റൂഹാണ്. മറ്റു വെള്ളങ്ങളുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. മറ്റു വെള്ളങ്ങളില്ലെങ്കിൽ ഉപയോഗിക്കാം, വുളു എടുക്കാം. ആണ് മൂന്നാമത്തെ ഇനം. നാലാമത്തെ ഇനം ഇനി പറയാൻ പോകുന്നത് തൊഹൂറായ, സാധാരണ പോലത്തെ മക്റൂഹൊന്നും അല്ലാത്ത സാധാരണഗതിയിലുള്ള തൊഹൂറായ വെള്ളങ്ങളുടെ ഇനമാണ് ഇനി പറയാൻ. അതാണ് ഇനി നാലാമത്തെ ഇനം. ഇവിടെ പറയുന്നു വമാഉൻ ലാ യുക്റഹു ഇസ്തിഅമാലുഹു. മക്റൂഹല്ലാത്ത വെള്ളമുണ്ട്, സാധാരണഗതിയിൽ ഉപയോഗിക്കാം. ശുദ്ധി ഉയർത്താനും നജസ് നീക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏതുപോലെ? കമാഇൽ ബഹർ, കടൽ വെള്ളം പോലെ. കടൽ വെള്ളം പോലെ. ലിമാ തഖദ്ദം. അതിൻ്റെ തെളിവ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് തെളിവ്? ഓർമ്മ ഉണ്ടാവും? കടൽ വെള്ളം എന്താ തെളിവ്? അല്ല, ഓർമ്മല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നാ നർക്കബുൽ ബഹർ, ഞങ്ങൾ കടലിലായിരിക്കും, കപ്പലിലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ പക്കൽ കുറച്ച് വെള്ളം ഉണ്ടാവും. പക്ഷെ അത്യാവശ്യത്തിന് കുടിക്കാൻ കുറച്ച് വെള്ളം കരുതിയിട്ടുണ്ടാവും. ഈ വെള്ളം കൊണ്ട് ഞങ്ങൾ വുളു എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താവും? ഈ യാത്രക്കിടയിൽ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പം ഞങ്ങൾ കടൽ വെള്ളം കൊണ്ട് വുളു എടുക്കട്ടെയോ? കടൽ വെള്ളം കൊണ്ട് ഞങ്ങൾ വുളു ചെയ്യട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് എന്താ പറഞ്ഞത്? അയ്യോ, അതിൻ്റെ കടൽ വെള്ളം തൊഹൂറാണ്. തൊഹൂറു മാഉഹു, അതിൻ്റെ വെള്ളം തൊഹൂറാണ്. വൽ ഹില്ലു മൈത്തതുഹു, അതിലെ മൈത്തത്ത് ശവം അത് ഹലാലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കടൽ വെള്ളം എന്താണ്? തൊഹൂറാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറയുന്നത് വൽ ആബാരി വൽ ഉയൂനി വൽ അൻഹാർ. ആബാർ എന്ന് പറഞ്ഞാൽ കിണറുകൾ, ഒയൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അരുവികൾ എന്ന് മലയാളത്തിൽ പറയാം. അൻഹാർ നദികൾ, അൻഹാർ നദികൾ. അതിന് തെളിവായിട്ട് കൊടുക്കുന്നത് ഈ ഹദീസ് അബീ സഈദ് റളിയല്ലാഹു അൻഹു, അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂലേ, അനതവല്ലഉ മിൻ ബിഇരി ബുദാഅ, ഞങ്ങൾ ബിഇർ ബുദാഅയിൽ നിന്ന്, ബുദാഅ എന്ന് പറയുന്നത് എന്തിൻ്റെ പേരാ? സ്ഥലത്തിൻ്റെ പേരാ. അവിടെയുള്ള കിണറിൽ നിന്ന് ഞങ്ങൾ വുളു എടുക്കട്ടെയോ? എന്താ ചോദിക്കാനുള്ള കാരണം എന്താ? വഹിയ ബിഇറുൻ യുൽഖാ ഫീഹൽ ഹയദു വലുഹൂമുൽ കിലാബി വന്നത്തിൻ. ഈ കിണറിൽ എന്തൊക്കെ വന്ന് വീഴാറുണ്ട്? ഹയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈല് തടയാൻ, അതിൻ്റെ രക്തം പടരാതിരിക്കാൻ ആ സമയത്ത് സ്ത്രീകൾ വയ്ക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ, തുണിയുടെ കഷ്ണം.
ഇന്നത്തെ കാലത്ത് പാഡൊക്കെ ഉപയോഗിക്കുന്നത് പോലെ. അങ്ങനെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന തുണിയുടെ കഷ്ണങ്ങൾക്കാണ് ഹിയദ് എന്ന് പറയാം. അങ്ങനത്തെ തുണിക്കഷ്ണങ്ങൾ അതിൽ വന്ന് വീഴാറുണ്ട്. അതുപോലെ വലുഹൂമുൽ കിലാബ്, നായയുടെ മാംസം വന്ന് വീഴാറുണ്ട്. അതുപോലെ വന്നത്തിൻ, മറ്റുള്ള വൃത്തികേടുകളും വന്ന് വീഴാറുണ്ട്. എന്നുവെച്ചാൽ അതിൽ ആ കിണറ്റിൽ മുഴുവൻ വൃത്തികേടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. വലിയൊരു കിണർ, അത് എന്താ പറയുക, കൃത്യമായിട്ട് മറയൊന്നുമില്ല, തുറസായ സ്ഥലത്തൊക്കെ ആയതുകൊണ്ടായിരിക്കാം അതിലേക്ക് എന്ത് ചെയ്യും, പല വൃത്തികേടുകളും അതിലേക്ക് വന്ന് വീഴാറുണ്ട്. പലപ്പോഴായി പല കാര്യങ്ങളും വന്ന് വീഴാറുണ്ട്. അപ്പം ഇങ്ങനൊരു കിണറിൽ നിന്ന് ഞങ്ങൾ വുദൂ ചെയ്യട്ടെയോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമാഉ തുഹൂറുൻ, ഈ വെള്ളം, ഈ ബിർ ബുദായിലെ വെള്ളം അത് തുഹൂറാണ്. ലാ യുനജ്ജിസുഹു ഷൈ, ഇതൊന്നും അതിനെന്താക്കൂല, നജിസാക്കുകയില്ല, അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വ തിർമിദി. അപ്പം ഈ ഹദീസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? കിണറ്റിലെ വെള്ളം എന്ത് ചെയ്യാം, നമുക്ക് ശുദ്ധി വരുത്താൻ ഉപയോഗിക്കാം. കിണർ വെള്ളം ശുദ്ധി വരുത്താൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കൊടുക്കുന്ന ഹദീസ്, ഹദീസ് അറഅയ്തും, മറ്റൊരു ഹദീസാണ്. ലൗ അന്ന നഹറൻ ബിബാബി അഹദിക്കും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത് ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങളിൽ ഒരാൾ, അയാളുടെ വീടിൻ്റെ മുൻപിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നദിയിൽ ഇറങ്ങി ഒരു ദിവസം 5 നേരം കുളിക്കുന്നുണ്ട്. ഇങ്ങനൊരു വ്യക്തിയുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുകൾ ബാക്കിയുണ്ടാകുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. അതിൽ എന്ത് മനസ്സിലാക്കാം? നദികളിലും നമുക്ക് എന്ത് ചെയ്യാം, നദികളിലെ വെള്ളവും ഉപയോഗിക്കാം ശുദ്ധി വരുത്താൻ, അതും തുഹൂർ തന്നെയാണ് എന്നാ ഹദീസിലൂടെ മനസ്സിലാക്കാം. ഇത്രയും നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയ വിഷയമാണ്. ഇനി അതിനുശേഷം ഇവിടെ പറയുന്നത് വൽ ഹമ്മാം, ഹമ്മാമിലെ വെള്ളം. എന്താണ് ഹമ്മാം? ഹമ്മാം എന്ന് പറഞ്ഞാൽ ബാത്റൂം എന്നാണ് നമ്മൾ പറയാം. ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ട് കാലങ്ങളിൽ ഈ വീട്ടിലിങ്ങനെ ചൂടുവെള്ളം നമ്മുടെ പൈപ്പുകളിലൊക്കെ എത്തുന്നത് പോലത്തെ സംവിധാനങ്ങളൊന്നും പണ്ടില്ലായിരുന്നു. അപ്പോൾ വളരെ വൃത്തിയായി നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ച് അങ്ങനെ മൊത്തം നല്ല അഴുക്കുകളൊക്കെ മാറ്റി അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ ഒരു രീതി ചെയ്യുക എന്നുള്ളൊരു പതിവ് പണ്ട് കാലങ്ങളിൽ പല ആളുകളിലുണ്ടായി, പല നാടുകളിലുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പബ്ലിക്കായിട്ടൊരു ബാത്റൂം പോലെ, വീട്ടിനുള്ളിലൊന്നല്ല, പബ്ലിക്കായിട്ടുണ്ടാവും. അതിന് നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് എന്തൊക്കെ ഉണ്ട്, ചാർജൊക്കെ കൊടുക്കണം, ചിലവുണ്ട്. അങ്ങനെ കൊടുത്താൽ അവരെന്ത് ചെയ്യും, നമുക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും വൃത്തിയാകാൻ ചൂടുവെള്ളം നമുക്ക് വേണ്ടി ചൂടാക്കി ഇടയാക്കി തരും. അതിനെല്ലാ സംവിധാനങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരും. അതാണ് ഹമ്മാം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഹമ്മാം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലെ വെള്ളം സാധാരണ പോലത്തെ വെള്ളമല്ല, തിളപ്പിച്ച എന്നാൽ കുളിക്കാൻ പാകത്തിലുള്ള ചൂടിനുള്ള വെള്ളമായിരിക്കും. അപ്പം അതും അനുവദിക്കപ്പെട്ടതാണ്, തുഹൂറായ വെള്ളം തന്നെ. അത് മക്റൂഹല്ല, അതും മക്റൂഹല്ല. അതിന് കാരണം കൊടുക്കുന്നില്ല, അന്ന സ്വഹാബത്ത് ദഖലു അൽ ഹമ്മാം വറഖസു ഫീഹി. കാരണം സ്വഹാബത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ പബ്ലിക്കായിട്ടുള്ള കുളിമുറികൾ സ്വഹാബത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അവരതിൽ പ്രവേശിച്ചിട്ടുണ്ട്, അവർ അത് ഉപയോഗിക്കുന്നതിൽ ഇളവ് നൽകിയിട്ടുണ്ട്, അവരത് ഉപയോഗിക്കുന്നതിൽ ഇളവ് നൽകിയിട്ടുണ്ട്. വമൻ നുഖില അൻഹുൽ കറാഹ ഉല്ലില ബിഖൗഫി മുശാഹദത്തിൽ ഔറ ഔ ഖസ്ദു തനഉമി ബിഹി ദക്കറഹു ഫിൽ മുബ്ദിഅ. എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇതിങ്ങനെ പറയാൻ കാരണം ചില ആളുകൾ ഇത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ചില പണ്ഡിതന്മാർ ഇതുപോലെ പബ്ലിക്കായിട്ടുള്ള കുളിമുറികളിൽ പോയി കുളിക്കുന്നത് മക്രൂഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ അത് കേട്ടപ്പോൾ മനസ്സിലാക്കിയത് ആ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്, ഹമ്മാമിലെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ വെള്ളം തൊഹൂറല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മക്രൂഹായത് കൊണ്ടാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ കാരണം എന്താ? ഒന്നാമത്തേത് പബ്ലിക് ആയതുകൊണ്ട് തന്നെ ഔറത്ത് ഒളിവാകാനുള്ള സാധ്യത കൂടുതലാണ്. വീട്ടിൽ നമ്മൾ എല്ലാം വസ്ത്രങ്ങളൊക്കെ അഴിച്ച് നമ്മൾ കുളിക്കുന്നത് പോലെ കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ ആണല്ലോ, സ്വാഭാവികമായിട്ടും ഔറത്ത് എന്തെങ്കിലും വെളിവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് കറാഹത്താണെന്ന്. അങ്ങനെ സലഫുകളിൽ പല വിമർശിക്കാനുള്ള കാരണം, മറ്റൊരു കാരണം ആവശ്യത്തിന് എപ്പോഴെങ്കിലും ഇതുപോലെ ശരീരത്തിൽ ഒരുപാട് അഴുക്കുകളൊക്കെ പിടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നതിന് പകരം ഒരു സുഖം, ഒന്ന് എന്താ പറയുക, നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് സ്പായിലൊക്കെ ആൾക്കാർ പോകുന്ന പോലെ ഒരു കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആവാൻ, ഒന്ന് ആശ്വസിക്കാൻ, ഒരു സുഖത്തിന് വേണ്ടി പോകുക, അതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മക്രൂഹാക്കപ്പെട്ടിട്ടുള്ളത്, വിമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ, അങ്ങനെയുള്ള ഹമ്മാമുകളിൽ പോയി കുളിക്കുന്ന ആ വെള്ളം എന്തല്ല, അത് മക്രൂഹായ വെള്ളമല്ല, അത് തുഹൂറായ മക്രൂഹല്ലാത്ത വെള്ളം തന്നെയാണ്. വറവദ് ദാറഖുത്നി ബി ഇസ്നാദിൻ സഹീഹ്, ഇമാം ദാറഖുത്നി റഹിമഹുല്ലാ സഹീഹായ സനദോടുകൂടെ ഉദ്ധരിക്കുന്നുണ്ട്. അൻ ഉമർ റളിയല്ലാഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൽ നിന്ന് എന്താണ്, അന്നഹു കാന യുസഖ്ഖനു ലഹു മാഉൻ ഫീ ഖുംഖുമിൻ ഫയഗ്തസിലു ബിഹി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് വേണ്ടി ഇതുപോലെ എന്ത് ചെയ്യാറുണ്ട്, ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് റെഡിയാക്കാറുണ്ട്. അദ്ദേഹം ആ വെള്ളം കൊണ്ട് കുളിക്കാറുമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതെന്തല്ല, ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ, പലരും വിമർശിച്ചിട്ടുള്ളത് പോലെ പാടില്ലാത്തൊരു കാര്യമല്ല. വറവ ഇബ്നു അബീ ഷൈബ അനു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്നഹു കാന യഗ്തസിലു ബിൽ ഹമീം. അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇബ്നു അബീ ഷൈബ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലെ ചൂടുവെള്ളം കൊണ്ട് കുളിക്കാറുണ്ട്. ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്, മക്റൂഹല്ല എന്നറിയിക്കുന്ന തെളിവുകളാണ്. അപ്പം നമ്മളുള്ള ഈ ഗ്രന്ഥങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ദാറഖുത്നിയുടെ ഗ്രന്ഥം, അദ്ദേഹം വലിയൊരു മുഹദ്ദിസാണ്. ദാറഖുത്നിയുടെ ഗ്രന്ഥം ശ്രദ്ധിക്കണം. സുനനു ദാറഖുത്നി എന്നാണ് പറയാം. അതേപോലെ തന്നെ ഇബ്നു അബീ ഷൈബയുടെ ഗ്രന്ഥവും, അതിലൊരുപാട് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്വഹാബത്തിൻ്റെ അസറുകൾ, ഓരോ സഹാബികൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഓരോ മസാലകളിൽ നമുക്ക് റിവായത്തുകൾ കാണാൻ സാധിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ് ഇബ്നു അബീ ഷൈബയുടെ അൽ മുസന്നഫ്. ഇബ്നു അബീ ഷൈബയുടെ മുസന്നഫ്. ആ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ തെളിവുകൾ എടുത്തു കൊടുത്തിട്ടുള്ളത്. സുനൻ ദാറഖുത്നിയിൽ നിന്നും ഇബ്നു അബീ ഷൈബയുടെ മുസന്നഫിൽ നിന്നും. അതിനുശേഷം ഇവിടെ കൊടുക്കുന്നത് വലാ യുക്റഹുൽ മുസഖ്ഖനു ബിശംസി. മുസഖ്ഖനു ബിശംസ് എന്ന് വെച്ചാൽ സൂര്യൻ്റെ ചൂട് തട്ടിയിട്ട് ചൂടായ വെള്ളം. സൂര്യൻ്റെ ചൂട് തട്ടി ചൂടായ വെള്ളം എന്ന് വെച്ചാൽ തുറസായ സ്ഥലത്താണ് വെള്ളം ഉള്ളത്. ഒരു കുളം, മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു കുളം തുറസായ സ്ഥലമാണ്, പ്രത്യേകിച്ച് മരങ്ങളും മറ്റു മറകളൊന്നുമില്ല. അപ്പോൾ സൂര്യൻ വന്നു, നല്ല ചൂടുള്ള അവസ്ഥയാണ്, നട്ടുച്ച നേരമൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം ഈ വെയിൽ കൊണ്ട് ചൂടായി, വെയിൽ കൊണ്ട് വെള്ളം ചൂടായി. അപ്പം ഈ വെള്ളം അത് ഉപയോഗിക്കാൻ പറ്റുമോ, തൊഹൂറാകുമോ, മക്റൂഹാണോ എന്നുള്ള വിഷയത്തിൽ ഖിലാഫുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ ആ ഖിലാഫ്
അതിൽ കൃത്യമായൊരു നിലപാട് കിട്ടാൻ വേണ്ടി അദ്ദേഹം പറയണം അതെന്തല്ല, മക്റൂഹല്ല, അത് മക്റൂഹല്ല. എന്നിട്ട് മക്റൂഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരോട് കൊടുക്കുകയാണ്. വഖാല ഷാഫിഈ റഹിമഹുല്ലാഹ്, മക്റൂഹാണെന്ന് പറഞ്ഞത് ആരാ? ഇമാം ഷാഫിഈയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തുക്റഹു ത്വഹാറത്തു ബിമാ ഖുസിദ തശ്മീസുഹു, എന്ന് വെച്ചാൽ ചൂടാക്കപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ട, എന്ന് വെച്ചാൽ മനഃപൂർവ്വം അങ്ങനെ കരുതി ഒരാൾ എന്ത് ചെയ്യാണ്, സൂര്യനിൽ നിന്ന് ചൂടേറ്റ് അങ്ങനെ ചൂടായൊരു വെള്ളം കൊണ്ട് കുളിക്കുക എന്നുള്ളത് അത് മക്റൂഹാണ്. അദ്ദേഹത്തിന് തെളിവ് പറയുന്നത് എന്താ? അലി ഹദീഫ് ലാ തഫ്അലി ഫഇന്നഹു യൂരിസുൽ ബറസ്, റവാഹു ദാറഖുത്നി, ദാറഖുത്നി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ഒരു സഹാബി വനിതയെ വിലക്കുകയാണ്. എന്ത് ചെയ്യരുത്, ഈ സൂര്യൻ അതിൻ്റെ ചൂട് കൊണ്ട് ചൂടായ വെള്ളം അതിൽ നിന്ന് നീ കുളിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി വനിതയെ വിലക്കുകയാണ്. അതിന് കാരണം പറയുന്നത് ഫഇന്നഹു യൂരിസുൽ ബറസ്, അതെന്ത് ചെയ്യും, ബറസ് ഉണ്ടാക്കും. എന്താണ് ബറസ്? പാണ്ഡുരോഗം. അത് പാണ്ഡുരോഗം ഉണ്ടാക്കും. ദാറഖുത്നി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ഹദീസ് സ്വഹീഹല്ല, ഹദീസ് ദുഈഫാണ്. ഹദീസ് ദുഈഫാണ്. കൊടുക്കുന്നുണ്ട് വഖാല യർവീഹി ഖാലിദ് ഇബ്നു ഇസ്മാഈൽ വഹുവ മത്റൂഖുൻ വഅംറുൽ അഅസം വഹുവ മുൻകറുൽ ഹദീസ്. ഈ ഹദീസിന്റെ സനദിലുള്ള രണ്ടാളുകൾ, ഒന്ന് ഖാലിദ് ഇബ്നു ഇസ്മാഈൽ, അയാൾ മത്റൂഖാണ്. മറ്റൊന്ന് അംറുൽ അഅസം, അദ്ദേഹം മുൻകറുൽ ഹദീസ്. എന്താണ് ഈ മത്റൂഖ് മുൻകറുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഉസൂൽ ഹദീസ് പഠിച്ചിട്ടുണ്ടോ? ബൈക്കൂനിയ, നുഖ്ബത്തുൽ ഫിഖറോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആരും പഠിച്ചിട്ടില്ല? നമുക്കറിയാം, ഹദീസ് എന്ന് പറയുമ്പോൾ എല്ലാ ഹദീസുകളും നമുക്ക് ദീനിൽ അവലംബിക്കാൻ പറ്റുന്നതാണോ? ആണോ? അല്ല. ഹദീസുകളിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഹദീസുകളും അല്ലാത്ത ഹദീസുകളുണ്ട്. നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഹദീസുകളും അല്ലാത്ത ഹദീസുകളുണ്ട്. അവലംബിക്കാൻ പറ്റുന്നതിനെയും അല്ലാത്തിനെയും എങ്ങനെ നമ്മൾ വേർതിരിക്കാം? എങ്ങനെ വേർതിരിക്കാം? അതിനാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഉസൂൽ ഹദീസ് പഠിക്കുന്നത്. ഉസൂൽ ഹദീസ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇതുപോലത്തെ റാവിമാർ ഹദീസിൻ്റെ സനദിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, ഇത് ഇവിടെ പറഞ്ഞല്ലോ മത്റൂഖ് അല്ലെങ്കിൽ മുൻകറുൽ ഹദീസ് എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുള്ള, മുഹദ്ദിസുകൾ പ്രശ്നക്കാരാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുകൾ, അവർ ഹദീസിൻ്റെ സനദിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ഹദീസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വീകരിക്കാൻ കഴിയില്ല. ആ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതിന് ചുരുക്കം, അത് വിശദാംശങ്ങൾ പിന്നീട് പഠിക്കണം, ഉസൂൽ ഹദീസിൽ പഠിക്കണം. അപ്പം ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് എന്തല്ല, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഹദീസല്ല. സൂര്യൻ്റെ ചൂട് കൊണ്ട് ചൂട് കൂടിയ വെള്ളം, ചൂടായ വെള്ളം സൂര്യൻ്റെ വെയിലേറ്റിട്ട് അത് ഉപയോഗിക്കുന്നത് മക്റൂഹാണ് എന്ന് അറിയിക്കുന്ന ഈ ഹദീസ് എന്തല്ല, അവലംബയോഗ്യമായ ഹദീസല്ല. നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഹദീസല്ല, ദഈഫായ ഹദീസ്, ദഈഫായ ഹദീസാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹിന്റെ അഭിപ്രായമാണ് എന്ത്? സൂര്യൻ്റെ വെയിൽ തെറ്റി ചൂടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കൽ മക്റൂഹാണ്. പക്ഷെ ആ അഭിപ്രായത്തിന് അദ്ദേഹം കൊണ്ടുവന്ന തെളിവ് അവലംബിക്കാൻ പറ്റാത്ത തെളിവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് എന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലാക്കണം. അതാണ് ഒരു തഅസ്സുബുള്ള ഒരാളുടെയും ഇല്ലാത്ത ഒരാളുടെയും വ്യത്യാസം. അതാണ് തഅസ്സുബ് എന്ന് പറയുന്ന വളരെ അപകടം പിടിച്ചൊരു രോഗം, ഒരു പ്രശ്നം, തെറ്റായ വ്യതിയാനം. അത് ഉള്ള ആളുകളുടെയും ഇല്ലാത്തവരുടെയും വ്യത്യാസം അതാണ്. തഅസ്സുബ് വന്നു കഴിഞ്ഞാൽ കൃത്യമായ തെളിവ്
നമുക്ക് വന്നെത്തിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് അതിൽ തെളിവില്ല എന്ന് ബോധ്യപ്പെട്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കൂല. എളുപ്പമല്ല. ആ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് എളുപ്പമല്ല. എന്നാൽ താഴ്സുബില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യം, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ആയിക്കോട്ടെ, ഏത് പണ്ഡിതനായിക്കോട്ടെ, അദ്ദേഹം പറയുന്ന വിഷയത്തിന് അദ്ദേഹം സമർപ്പിക്കുന്ന തെളിവ് നമ്മളെടുക്കൽ സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ അഭിപ്രായം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പിന്നെ പറയുന്ന വലി അന്നഹു ലൗ കുരിഹ ലി അജ്രി ദ്ദററി ലമുഖ്തുലിഫ ബിഖസ്ദി തശ്മീസിഹി വഅദമിഹി. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ അത് രോഗമുണ്ടാക്കുമെന്നതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണമെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെ മനഃപൂർവ്വം ചൂടാവുക, അത് ഉദ്ദേശിക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കപ്പെടാതെ തനിയെ അത് ചൂടാവുക എന്നുള്ളതിന് അവിടെ എന്തുണ്ടാവില്ല, പ്രത്യേകിച്ചൊരു വ്യത്യാസവും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്ന് ഇവിടെ വ്യക്തമാക്കണം. അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ്റെ വെയിലേറ്റ് ചൂടേറ്റ വെള്ളം എന്തല്ല, മക്രൂഹാണോ? അല്ല, മക്രൂഹല്ല. പിന്നെ അടുത്തത് വൽ മുതഗയ്യിറു ബിതൂലിൽ മുക്സി, കുറേ ഇങ്ങനെ കെട്ടിക്കടന്നിട്ട് മാറ്റം വന്നു. കുറേ കെട്ടിപ്പോൾ നമ്മളിപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു, നമ്മൾ വാങ്ങിച്ചു. ആ വെള്ളം നമ്മൾ കുറച്ച് കുടിച്ചു, അത് നമ്മൾ ബാക്കി വെച്ചു. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് കുടിക്കുമ്പോൾ മുമ്പ് കുടിച്ച ടേസ്റ്റ് ആയിരിക്കൂല ഇപ്പം ഉണ്ടാവും. ടേസ്റ്റിലും മണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. വെള്ളത്തിലൊന്നും കലർന്നിട്ടില്ല, വെള്ളം കുപ്പിൻ്റെ അകത്ത് സേഫായിട്ടുണ്ട്, അതിലൊന്നും കൂടി കലർന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. വെള്ളം മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെ പ്യുവറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ അവിടെ തന്നെ കെട്ടിക്കടന്നതുകൊണ്ട് അതിന് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മാറിയ വെള്ളവും എന്തല്ല, മക്രൂഹാവുകയില്ല. അങ്ങനെ മാറ്റം വന്ന വെള്ളവും മക്രൂഹാവില്ല. ഇപ്പോൾ മിക്ക കുളങ്ങൾ മിക്കതും അതിലുള്ള വെള്ളം ഇങ്ങനെ മാറ്റം വന്ന വെള്ളങ്ങളാണ്. കുളവും നദിയും തമ്മിൽ വ്യത്യാസം അറിയില്ലേ? എന്താ വ്യത്യാസം? പോണ്ടും റിവറും എന്താ വ്യത്യാസം? കണ്ടിട്ടുണ്ടോ? കുളങ്ങൾ കണ്ടിട്ടുണ്ടോ? വട്ടത്തിൽ അതവിടെ കെട്ടിക്കിടക്കുകയാണ്. എവിടേക്ക് ഒഴുകി പോകുന്നുണ്ടോ? ഇല്ല. പുഴ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി അങ്ങനെ കടന്നു പോകുന്ന, ഇങ്ങനെ ഒഴുകി കടന്നു പോകുന്നതിൽ കെട്ടിക്കിടക്കുന്ന പ്രശ്നം വരുന്നില്ല. കെട്ടിക്കിടക്കുന്ന പ്രശ്നം വരില്ല. കെട്ടിക്കിടക്കുമ്പോൾ ഒഴുകാതെ ഒരു സ്ഥലത്ത് ബാക്കിയാകുമ്പോൾ അതിന് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരും, സ്വാഭാവികമായിട്ട് വരുന്ന ചില മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ വന്നാലും വെള്ളം എന്താവില്ല, മക്രൂഹാവുകയില്ല. ആ മാറ്റം വന്നാലും വെള്ളം മക്രൂഹാവുകയില്ല. വഹുവൽ ആജിൻ, അതിനെ ഫിഖ്ഹിൽ എന്താ പറയാ, മാ ഉൽ ആജിൻ എന്നാണ് പറയാം. അത് വരും, നമ്മൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മാ ഉൽ ആജിൻ എന്ന പേരിൽ അത് ധാരാളം വരാറുണ്ട്. ഖാല ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ്, ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇബ്നുൽ മുൻദിറിന്റെ കിതാബ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. എന്താണ് പേര് ഓർമ്മയുണ്ടോ? ഇബ്നുൽ മുൻദിറിന്റെ കിതാബിന്റെ പ്രത്യേകത എന്താ? സലഫുകൾക്കിടയിലുള്ള ഇജ്മാഅുകൾ, ഇജ്മാ എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത അവർക്കെല്ലാവർക്കും ഈ വിഷയത്തിൽ ഒറ്റൊരു നിലപാടായിരുന്നു എന്നത് അദ്ദേഹം ധാരാളം ഉദ്ധരിക്കാറുണ്ട്. എന്നുവെച്ചാൽ
നമ്മുടെ മുൻഗാമികളുടെ എല്ലാവരുടെയും ആ വിഷയത്തിലുള്ള നിലപാടതായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. എന്താണ് ഇബ്നുൽ മുൻദിറിന്റെ കിതാബിൻ്റെ പേര്? ഇബ്നുൽ മുൻദിർ റഹിമഹുള്ളാഹിന്റെ കിതാബിൻ്റെ പേര് അൽ ഔസത്ത്. അതിൽ അദ്ദേഹം പറയാണ്, അജ്മഅ കുല്ലു മൻ നഹ്ഫദു അൻഹു അന്നൽ വുദൂഅ ബിൽ മാഇൽ ആജിനി ജായിസുൻ സിവാ ഇബ്നു സീരീൻ. ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അല്ലാതെ സലഫുകളിൽപ്പെട്ട എല്ലാ ആളുകളും ഉലമാക്കളും ഈ മാഉൽ ആജിൽ, ഈ കെട്ടിക്കടന്നതുകൊണ്ട് മാറ്റം വന്ന വെള്ളം അത് തൊഹൂറാണ്, അത് ഉപയോഗിക്കുന്നത് അനുവദനീയമാണ് എന്നതിൽ ഏകോപിച്ചിട്ടുണ്ട്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ആ വിഷയത്തിൽ ആകെ ഒരു അഭിപ്രായ വ്യത്യാസം, വേറൊരു അഭിപ്രായം പറഞ്ഞത് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്. അപ്പോൾ ഏകദേശം ഒരു ഇജ്മാഅ് പോലെയാണ്. വളരെ അപൂർവം ഒരു പണ്ഡിതൻ മാത്രമേ ആ വിഷയത്തിൽ മറ്റൊരു നിലപാട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറയണം, വകദാലിക മാ തഗയ്യറ ഫീ ആനിയത്തിൽ ഉദും വൻ നുഹാസി വനഹവിഹിമാ. ഇതേപോലെ തന്നെയാണ് എന്തും തോലിൻ്റെ പാത്രം ഇന്ന് കാലങ്ങളിലില്ല, പക്ഷെ പണ്ട് കാലങ്ങളിൽ ധാരാളം തോലിൻ്റെ പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കാറുണ്ട്, തോൽപാത്രങ്ങൾ. അതുപോലെ നുഹാസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്പ്, കോപ്പർ. ഇതിൻ്റെയൊക്കെ പാത്രങ്ങളിൽ നമ്മൾ വെള്ളം ശേഖരിച്ചു വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തോലിൻ്റെ അല്ലെങ്കിൽ ആ ചെമ്പിൻ്റെ പ്രകൃതിയാലുള്ള പല കാര്യങ്ങൾ കൊണ്ടുള്ള മാറ്റം ഈ വെള്ളത്തിൽ വരും, സ്വാഭാവികമാണ്. അതിൻ്റെ മാറ്റം അത് നിങ്ങൾ അങ്ങനെ വെള്ളം അതിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ചെമ്പ് പാത്രത്തിലൊക്കെ വെള്ളം കുടിക്കുന്ന ശീലമുള്ള ആളുകൾ എപ്പോഴും ഉണ്ട്. വെള്ളം കുടിക്കാനുള്ള വെള്ളം ചെമ്പ് പാത്രത്തിൽ ശേഖരിച്ചു വെക്കും. ആ ശേഖരിച്ചു വെക്കുന്നതിന് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പുള്ള അതേ അവസ്ഥയിൽ ഒഴിച്ചതിന് ശേഷം ബാക്കിയാവൂല. അതിൽ നിലനിൽക്കുന്നത് കൊണ്ടുള്ള ചെറിയ മാറ്റം അതിന് വരും. ആ ചെറിയൊരു മാറ്റം അതിന് വരും. അങ്ങനെ മാറ്റം വന്നാലും അതെന്താവൂല? മക്റൂഹാവുകയില്ല. അങ്ങനെ മാറ്റം വന്നാലും അത് മക്റൂഹാവുകയില്ല. എന്താ കാരണം? ലിഅന്ന സ്വഹാബത കാനൂ യുസാഫിറൂൻ വഗാലിബു അസ്ഖിയതിഹിം അൽ ഉദും. സ്വഹാബത്ത് ധാരാളം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന പാത്രങ്ങളിൽ ഭൂരിഭാഗവും തോൽപാത്രങ്ങളായി. വഹിയ തുഗയ്യിറു ഔസാഫൽ മായി ആദത്തൻ. ഈ തോൽപാത്രങ്ങൾ എന്തു ചെയ്യും? സാധാരണഗതിയിൽ അതിൽ ശേഖരിച്ചു വയ്ക്കുന്ന വെള്ളത്തിൻ്റെ പല കാര്യങ്ങളിലും മണത്തിലോ രുചിയിലൊക്കെ മാറ്റങ്ങൾ സാധാരണഗതിയിൽ വരുത്തും. അതങ്ങനെയാണ്. വലം യകൂനു യതയമ്മമൂന മഅഹ. എന്നിട്ടും സ്വഹാബത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? ഈ വെള്ളം ഉണ്ടായിരിക്കെ തയമ്മും ചെയ്യാറുണ്ടായിരുന്നില്ല. അവരാ വെള്ളം കൊണ്ട് വുളു എടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അവരതിനെ തൊഹൂറായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ആ വെള്ളത്തിനെ തൊഹൂറായി തന്നെയാണ് അവർ കണക്കാക്കിയിരുന്നത്. ഖാലഹു ഫി ഷർഹ്. അത് ഷർഹുൽ കബീറിൽ വിശദീകരിക്കുന്ന വിശദീകരണമാണ്. അപ്പോൾ സ്വഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, എന്നുവെച്ചാൽ അങ്ങനെ അവരത് വേർതിരിവ് കാണിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവായിട്ട് ഇവിടെ എന്ത് പറയണം? അതിനെന്ത് പറയാം? സുന്നത്തുൻ തർക്കിയ എന്ന് പറയും. അസുന്നത്തു തർക്കിയ എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഔ ബിർരീഹി മിൻ നഹ്വി മൈതത്തിൻ. അല്ലെങ്കിൽ ഒരു മരിച്ച ഒരു മൈത്തത്ത്, ഒരു ശവം, അതിൽ നിന്നുള്ള
മണം വന്ന് മാറ്റപ്പോൾ ഏതുപോലെ ഒരു കുളമുണ്ട്, കുളത്തിൻ്റെ കരയിൽ, കുളത്തിൻ്റെ ഉള്ളിൽ ശവമൊന്നും വീണിട്ടില്ല, കുളത്തിൻ്റെ കരയിൽ എന്തെങ്കിലും ഒരു ജീവി ചത്ത് കിടക്കുന്നുണ്ട്, ഒരു ജീവി ചത്ത് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ജീവി ചത്തത് കൊണ്ടുള്ള ആ ഒരു ദുർഗന്ധവും മറ്റുമൊക്കെ ഈ വെള്ളത്തിനെ കുറെ കഴിയുമ്പോൾ ചെറിയൊരു സ്വാധീനം ഉണ്ടാക്കും, ചെറിയൊരു മാറ്റം അതുണ്ടാക്കും. അപ്പം അങ്ങനെ മാറ്റമുണ്ടാക്കിയാൽ അതെന്തല്ല, അത് ഈ വെള്ളത്തിനെ മക്റൂഹാക്കുകയില്ല. ഈ വെള്ളത്തിന് ശ്രദ്ധിക്കണേ, ഒരിക്കലും ഈ വെള്ളവും അതും തമ്മിൽ നേർക്ക് നേരെ ഒരു ടച്ച് ഒന്നും വന്നിട്ടൊരു കൂടിക്കലലൊന്നും ഉണ്ടായിട്ടില്ല. അത് കുളത്തിലല്ല, കുളത്തിൻ്റെ കരയിലാണ്, കുറച്ചപ്പുറത്താണ്, നേരിട്ട് കൂട്ടിമുട്ടിയിട്ടില്ല. പക്ഷെ അതിന് അടുത്തുള്ളത് കൊണ്ട് അവിടെ അത് ചത്ത് ചീഞ്ഞളിഞ്ഞ് അതിൻ്റെ ദുർഗന്ധം എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെള്ളത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മാറ്റം വന്നാൽ അതെന്താവൂല, മക്റൂഹാവുകയില്ല. ഖാല ഫി ശർഹി ലാ നഅലമു ഫീ ദാലിക ഖിലാഫൻ, ശർഹുൽ കബീറിൽ പറഞ്ഞു അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളതായി നമുക്കറിയുകയില്ല. എന്ന് വെച്ചാൽ ഈ വിഷയം പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫില്ലാത്ത വിഷയമാണ്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. പിന്നെ പറയുന്നത് ഔ ബിമാ യശുഖു സൗനുൽ മാഇ അൻഹു, നമുക്ക് വെള്ളത്തിനെ അതിൽ നിന്ന് തടയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ. പക്ഷെ വെള്ളത്തിൽ അതെന്തായാലും വീഴും, എങ്ങനെയാണെങ്കിലും അത് വെള്ളത്തിൽ കൂടിക്കലരും. നമുക്കത് വീഴാതെ അല്ലെങ്കിൽ കലരാതെ നമുക്ക് പിടിച്ചു വെക്കാൻ, തടഞ്ഞു വെക്കാൻ വളരെ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വെള്ളത്തിൽ വളർന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നാലും അതും പ്രശ്നമില്ല, അപ്പോഴും മക്റൂഹാവൂല. ഏതുപോലെ തുഹ്ലുബ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, പായൽ അല്ലെങ്കിൽ എന്താ പറയുക പൂപ്പൽ എന്നൊക്കെ പറയാറുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ പച്ച കളറിൽ, ചെടിയൊന്നുമല്ല പക്ഷെ ഇങ്ങനെ പച്ച കളർ, നമ്മളിങ്ങനെ മഴക്കാലത്തൊക്കെ വെള്ളം പെയ്ത് വീണ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, നനവുള്ള ഭാഗത്ത് പച്ച നിറത്തിൽ എന്ത് ചെയ്യും, ഈ ചവിട്ടിയാൽ വഴുക്കി പോകുന്ന ഒരു പദാർത്ഥം, ഒരു ചെടി പോലെ കാണാം, ആണ് തുഹ്ലുബ്. അത് മിക്ക ജലാശയങ്ങളിലും ഉണ്ടാകും. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വെള്ളത്തിൽ വരാതെ നമുക്ക് നോക്കാൻ കഴിയില്ല, പ്രയാസമുള്ള കാര്യം. അത് വരും സ്വാഭാവികമായിട്ടും, മിക്ക ജലാശയങ്ങളിലും അത് വരും. അപ്പം ഇത് വന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു എന്താ പറയുക പായലിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മാറ്റം ഈ വെള്ളത്തിന് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഈ വെള്ളം എന്താവൂല, മക്റൂഹാവുകയില്ല. അതേപോലെ വറഖി ഷജരിൻ മാലം യൂദഅ, ഈ ജലാശയത്തിനടുത്ത് മരങ്ങളുണ്ടെന്ന് വിചാരിക്കും, ഈ മരത്തിൻ്റെ ഇലകൾ സ്വാഭാവികമായിട്ട് ജലാശയത്തിൽ വീഴും. ഇലകൾ വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും അതും ഇതേപോലെ തന്നെ, നമുക്ക് തടയാൻ കഴിയില്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. സ്വാഭാവികമായിട്ടും മിക്ക ജലാശയങ്ങളെടുത്ത് മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാവും. അത് വീണിട്ടുള്ള മാറ്റങ്ങളും ഇതേപോലെയാണ്. നമുക്കത് വീഴാതിരിക്കാനോ തടയാനോ മാറ്റം വരാതിരിക്കാനോ സാധിക്കാത്ത മാറ്റമാണ്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചാലും മക്റൂഹാവുകയില്ല. പിന്നെ അതിനുശേഷം ഇതിന് തന്നെ ചില ഉദാഹരണങ്ങൾ പറയാം. ഇവിടെ പറയാം. എന്താണ്? വകദാലിക മാ തഗയ്യറ ബിമമർരിഹി അലാ കിബ്രീത്തിൻ
വഖാറിൻ വഗൈരിഹിമ എന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴുകുമ്പോൾ അവിടെ പല കാര്യങ്ങളും ഈ ഒഴുകുന്ന സ്ഥലത്ത് പലതും ഉണ്ടാവും. ഒഴുകുന്ന സ്ഥലത്ത് പലതും ഉണ്ടാവും. ഇപ്പോൾ മണ്ണുണ്ടാവും, അതുപോലെ തന്നെ പല എന്താ പറയുക ഒഴുകുന്ന ആ ഒരു നിലത്ത് പല കാര്യങ്ങളും ഉണ്ടായേക്കും. അപ്പം അതൊക്കെ കൊണ്ടുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അത് തടയാൻ പറ്റാത്ത മാറ്റമാണ്. ഒരു നിലയ്ക്ക് നമുക്കത് എന്ത് ചെയ്യാം, അങ്ങനെ ആകാതിരിക്കാൻ നമുക്കൊന്നും കഴിയില്ല. അത് സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. അത് ചിലപ്പോൾ കല്ലുകളുണ്ടാവും, ചിലപ്പോൾ മണലുണ്ടാകും. ഓരോ നമ്മൾ അതെങ്ങനെയാണോ ഏത് സ്ഥലത്തു കൂടെ ഒഴുകി വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ആ വെള്ളത്തിന് ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതല്ല, തടയാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ ടാങ്കുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇലകൾ വന്ന് വീഴാറുണ്ട്. കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടാങ്കിൽ മരത്തിൻ്റെ ഇലകൾ വന്ന് വീഴാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. നമുക്ക് തടയാൻ ശ്രമിച്ചാലും വളരെ ചുരുക്കം മാത്രം സാധിക്കുന്ന അവസ്ഥകളാണ്. അപ്പം ഇതൊന്നും എന്തല്ല, ആ വെള്ളത്തിനെ മക്റൂഹാക്കുന്നില്ല, അത് തുഹൂറായി തന്നെ നിലനിൽക്കുന്നതാണ്. അതേപോലെ തന്നെ വമാ തുൽഖീഹി റീഹു വസ്സുയൂലു ഫിൽമ, കാറ്റടിക്കുമ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യാണ്, വെള്ളത്തിൽ വന്ന് വീഴാണ്. ഇപ്പോൾ പക്ഷിയുടെ ചിറകുകൾ, അതുപോലെ തന്നെ പല ചെടികളുടെ വിത്തുകൾ, ഇങ്ങനെ പലതും എന്ത് ചെയ്യും, കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഒലിച്ചു വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും, വന്ന് വീഴും. അപ്പം ഇങ്ങനെയൊക്കെ വന്ന് വീഴുന്നതൊന്നും നമുക്ക് തടയാൻ കഴിയുന്നതല്ല. ഇതൊന്നും നമുക്ക് തടയാൻ കഴിയുന്നതല്ല. മിനൽ ഹഷീഷി വത്തീനി വനഹ്വിഹിമ, മണ്ണ് പോലെ ചെടികൾ പോലെ ഇങ്ങനെ പലതും എന്ത് ചെയ്യും, വെള്ളത്തിൽ ഒലിച്ചു വരും, അല്ലെങ്കിൽ കാറ്റത്ത് പറന്നു വരും, ഒക്കെ ഉണ്ടാവും. ലിഅന്നഹു ലാ യുംകിനു സൗനുൽ മാഇ അൻഹു. ഇതിൻ്റെയൊക്കെ ചുരുക്കം എന്നുള്ളത് നമുക്ക് വെള്ളത്തിനെ ഇതാകാതെ നോക്കാൻ നമുക്ക് കഴിയില്ല. വെള്ളം ഇത് കലരാതെ നോക്കാൻ നമുക്ക് സാധിക്കാത്തതാണ്. അതാണ് അതിൻ്റെ ചുരുക്കം, വാബിത്ത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള എന്ത് കാര്യം കൊണ്ട് വെള്ളത്തിന് മാറ്റം വന്നാലും ആ വെള്ളം എന്താവുകയില്ല, മക്റൂഹാവുകയില്ല. ഖാലഹു ഫിൽ കാഫി, അത് കാഫി എന്ന ഗ്രന്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. കാഫി ആരുടെ ഗ്രന്ഥമാണ്? ഇബ്നു ഖുദാമ അല്ലേ? ഇബ്നു ഖുദാമ റഹിമഹുള്ളാഹിയുടെ ഗ്രന്ഥമാണ്. അപ്പോൾ അതോടുകൂടെ എന്തായി, ഒന്നാമത്തെ ഇനം കഴിഞ്ഞു. ഒന്നാമത്തെ ഇനം കഴിഞ്ഞു. തൊഹൂർ എന്നുള്ള ആദ്യത്തെ വെള്ളത്തിൻ്റെ ഇനം കഴിഞ്ഞു. അപ്പോൾ ചുരുക്കി പറയണം, ഒന്നാമത്തെ തൊഹൂർ എന്നുള്ള ഇനം 4 ഇനങ്ങളാണ്. 4 ഇനങ്ങളാണ്. ഒന്നാമത്തത് ഹറാമാകുന്ന, ആണിനും പെണ്ണിനൊന്നും അത് ശുദ്ധി വരുത്താൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഇനം ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പെണ്ണിന് ശുദ്ധി വരുത്താൻ പറ്റും, പക്ഷെ ആണിന് ശുദ്ധി വരുത്താൻ പറ്റാത്ത ഇനം. മൂന്നാമത്തത് ശുദ്ധി വരുത്താൻ പറ്റും, പക്ഷേ മക്റൂഹാണ്. മറ്റ് വെള്ളങ്ങളുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കൽ എന്തല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. പക്ഷെ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ശുദ്ധി ആവാതിരിക്കൊന്നുമില്ല. അങ്ങനെയുള്ള മൂന്നാമത്തെ ഇനം. നാലാമത്തേത് സാധാരണ പോലത്തെ മറ്റങ്ങനെ മക്റൂഹോ ഹറാമോ അങ്ങനെയൊന്നും അല്ലാത്ത സാധാരണ തൊഹൂറായ വെള്ളം. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. കടൽ വെള്ളം, അരുവി, നദികൾ, കിണറുകൾ, അതുപോലത്തെ പബ്ലിക്കായിട്ടുള്ള കുളിമുറികൾ, അതുപോലെ തന്നെ സൂര്യൻ്റെ വെയിൽ കൊണ്ട് ചൂടേറ്റത്, അതുപോലെ ഒരുപാട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിരുന്ന് കെട്ടിക്കിടന്നിട്ട് മാറ്റം വന്നത്, അതുപോലെ തൊട്ടടുത്തൊരു ശവം ചത്തിട്ട് അതിൻ്റെ മണം കാറ്റത്തൊക്കെ അത് അങ്ങനെ സ്വാധീനിച്ച മാറ്റം വന്ന വെള്ളം, അതുപോലെ വെള്ളത്തിൽ വന്ന് വീഴാതിരിക്കാൻ നമുക്ക് സാധിക്കാത്ത, അങ്ങനെ തടയാൻ പറ്റാത്ത കാര്യങ്ങൾ, പായൽ പോലെ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ പോലെ മരത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് വീണത് കൊണ്ട് വെള്ളത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെയുള്ള വെള്ളവും ഇതൊക്കെ ഉദാഹരണങ്ങളാണ്.
ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഒന്നാമത്തെ ഇനം കഴിഞ്ഞു, തൊഹൂർ എന്നുള്ള ഇനം കഴിഞ്ഞു. തൊഹൂർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറയാൻ പോകുന്ന സാനി, രണ്ടാമത്തെ ഇനം താഹിറുൻ. ഒന്നാമത്തെ ഇനം തൊഹൂർ, രണ്ടാമത്തെ ഇനം താഹിർ. എന്താണ് താഹിറിന്റെ പ്രത്യേകത? യജൂസു ഇസ്തിഅമാലുഹു ഫീ ഗൈരി റഫ്ഇൽ ഹദസി വസവാലിൽ ഖബസ്. വുളു എടുക്കാൻ, അശുദ്ധി ഉയർത്താനും അതുപോലെ നജസ് നീക്കം ചെയ്യാനും അല്ലാത്ത ബാക്കി എല്ലാ കാര്യത്തിലും അത് ഉപയോഗിക്കാം. അത് രണ്ടിലും ഉപയോഗിക്കാൻ പാടില്ല. അത് രണ്ടിലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ളതിനാണ് താഹിറായിട്ടുള്ളതെന്ന് പറയും, താഹിറായ വെള്ളം എന്ന് പറയും. അതെന്താണ്? വഹുവ മാ തഗയ്യറ കസീറും മിൻ ലൗനിഹി ഔ തഅമിഹി ഔ റീഹിഹി ബിശൈഇൻ താഹിർ. ശ്രദ്ധിക്കണം, എപ്പോഴാണ് ഒരു വെള്ളം താഹിറായ വെള്ളമാവുക എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്താ? ഒരു വെള്ളത്തിൻ്റെ ലൗന്, നിറം, തഅമ് അതിൻ്റെ രുചി, റീഹ് അതിൻ്റെ സുഗന്ധം, മണം, ഇത് മൂന്നിനും കാര്യമായ മാറ്റം വരികയാണ്. ചെറിയൊരു മാറ്റമല്ല, വളരെ ലേറ്റായിട്ടുള്ളൊരു മാറ്റമല്ല, വലിയൊരു മാറ്റം വരികയാണ്. എങ്ങനെ മാറ്റം വരുന്നത്? ബിശൈഇൻ താഹിർ. ആ മാറ്റം വരാനുള്ള കാരണം എന്താ? താഹിറായൊരു വസ്തു കാരണത്താലാണ് ഈ മാറ്റം വരുന്നത്. താഹിറായൊരു വസ്തു ആ വെള്ളത്തിൽ കൂടിക്കലർന്നിട്ടോ മറ്റോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? അതിൽ വലിയ മാറ്റം വന്നോ വെള്ളത്തിൽ? അതിൻ്റെ നിറം, അല്ലെങ്കിൽ മണം, അല്ലെങ്കിൽ അതിൻ്റെ രുചി, ഇതിന് കാര്യമായ മാറ്റം സംഭവിച്ചു. അങ്ങനെയുള്ള വെള്ളത്തിനാണ് എന്തു പറയാം? താഹിറായ വെള്ളം എന്ന് പറയും. താഹിറായ വെള്ളം എന്ന് പറയാം. ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഗയ്യറ ഇസ്മഹു ഹത്താ സാറ സിബ്ഗൻ ഔ ഖല്ലൻ ഔ തുബിഖ ഫീഹി ഫസാറ മറഖൻ ഫയസ്ലുബുഹു അത്തഹൂരിയ. എന്നുവെച്ചാൽ അത് മാറ്റം വന്ന് അത് വെള്ളമല്ലാതായി വേറൊരു സാധനമായി. ഏതുപോലെ? ഇപ്പം നമ്മൾ വെള്ളം എടുത്തു, ചൂടാക്കുകയാണ്. ചൂടാവുന്നതിനിടയിൽ കുറച്ച് ചായപ്പൊടി ഇട്ടു. അപ്പം എന്തായി? വെള്ളം എന്നുള്ളത് ചായയായി. വെള്ളം എന്നുള്ളത് മാറി എന്തായി? അത് ചായയായി. അപ്പൊ ചായ എന്നുള്ളത് നജസാണോ? ആണോ? അല്ല. തൊഹൂറാണോ? നമുക്ക് ഇതുകൊണ്ട് ഒന്നു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതിനാണ് എന്തു പറയാ? താഹിർ എന്ന് പറയാം. അങ്ങനെയുള്ളതിനാണ് താഹിർ എന്ന് പറയാം. അതിന് മാനദണ്ഡം ഇതാണ്. പേര് മാറി. നമുക്കതിന് വെള്ളം എന്ന് പറയാൻ പറ്റൂല. വെള്ളം എന്ന് പറയാൻ പറ്റൂല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, റോസ് വാട്ടർ ഒതുകൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? എന്തുകൊണ്ടാണ്? അത് വെള്ളമല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ തേങ്ങാ വെള്ളം, ഇളനീര് ഒതുകൊടുക്കാൻ പറ്റുമോ? വളരെ പ്യുവറാണ്, അതിലൊന്നും കലർന്നിട്ടില്ല. നമ്മൾ ആ തേങ്ങൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രഷായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നതാണ്. പറ്റുമോ? ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ താഹിറാണ്. ഇങ്ങനെയുള്ളതൊക്കെ താഹിറാണ്. നമ്മളിപ്പോൾ കറി വയ്ക്കൂലേ? കറി വയ്ക്കുമ്പോൾ വെള്ളമാണ്. വെള്ളത്തിൽ നമ്മളതിന് പൊടികളിട്ട് അതിൻ്റെ എന്ത് ചെയ്യാണ്? അത് മാറുന്നതാണ്. അതിൻ്റെ രുചിയും മണവും നിറമൊക്കെ മാറുന്നതാണ്. അത് മാറി അത് വേറൊരു കാര്യമായി തീർന്നു. വെള്ളം എന്നുള്ള അവസ്ഥയിൽ അത് ബാക്കിയായില്ല. അത് മാറി മറ്റൊരു കാര്യമായി തീർന്നു. അങ്ങനെ മാറ്റം വന്നു. അതിൽ പേര് തന്നെ മാറി. വെള്ളം എന്നുള്ളത് കറിയായി, അല്ലെങ്കിൽ ചായയായി. അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ അതെന്തായി? അത് പിന്നെ തൊഹൂറല്ല, അത് പിന്നെ താഹിറായി. അത് പിന്നെ താഹിറായി.
ഖാല ഫിൽ കാഫി, കാഫിയിൽ പറഞ്ഞു ബിഗൈരി ഖിലാഫ്, ഇതിലെന്തില്ല? ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ലിഅന്നഹു അസാല അൻഹു ഇസ്മൽ മാഇ ഫഅശ്ബഹൽ ഖൽ. അതെന്തായി? അതിൻ്റെ മാ എന്നുള്ള ഇസ്മ, വെള്ളം എന്നുള്ള പേര് തന്നെ എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. അതെന്തുപോലായി? ഇപ്പൊ വിനാഗിരി, വിനാഗിരി കാണാൻ വെള്ളം പോലെ തന്നെയാണ്, വെള്ളത്തിന് അതേ നിറം ഉണ്ടാവും, പക്ഷെ അത് രുചിയിലും മണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് വെള്ളം അല്ലാതായി, അത് വെള്ളമല്ലാതെ, അത് വെള്ളം പോലെ ഒഴിച്ചാൽ വെള്ളം പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒഴുകി വരും. എല്ലാം കാണുമ്പോഴൊക്കെ പ്രത്യക്ഷത്തിൽ ഇതുപോലെ തന്നെ ഉണ്ട്, പക്ഷെ അതിൻ്റെ പേര് മാറി അത് വേറൊരു കാര്യമായി തീർന്നു. അപ്പം അതിലെന്തില്ല? ഖിലാഫില്ല. വെള്ളമാണ് എന്ത് ചെയ്യുക? നമുക്ക് ശുദ്ധി വരുത്താൻ ഉപയോഗിക്കേണ്ടത്. അത് ചായ ആയാലോ കറി ആയാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ തേങ്ങാവെള്ളമോ ഇതൊന്നും എന്താവില്ല, നമുക്ക് വുളു ചെയ്യാൻ, ശുദ്ധി വരുത്താൻ അല്ലെങ്കിൽ നജസ് നീക്കം ചെയ്യാൻ അതൊന്നും പറ്റുകയില്ല, ഇതൊന്നും പറ്റുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ത്വാഹിറായ ഒരു കാര്യം കൊണ്ട് വെള്ളത്തിന് എന്ത് സംഭവിച്ചു? അതിൻ്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ വലിയ മാറ്റം സംഭവിച്ചു. അങ്ങനെയുള്ള വെള്ളത്തിനാണ് ത്വാഹിറായ വെള്ളം എന്ന് പറയാം, ത്വാഹിറായ വെള്ളം എന്ന് പറയാം. പിന്നെ ഇവിടെ പറയുന്നത് ഫൈൻ സാല തഗയ്യുറുഹു ബിനഫ്സിഹി. ഈ മാറ്റം വന്നു എന്ന് പറഞ്ഞില്ലേ, ഈ മാറ്റം തനിയെ എന്ത് ചെയ്യാണ്? പഴയതുപോലെ ആവുകയാണ്. ഈ മാറ്റം തനിയെ പഴയതുപോലെ ആവുകയാണ്. ഇപ്പം ഏതുപോലെ? ഒരു വെള്ളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വെള്ളത്തിൽ കുറച്ച് ചായപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ത്വാഹിറായിട്ടുള്ളൊരു കാര്യം അത് കലർന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മാറ്റം ആ വെള്ളത്തിലുണ്ട്, നിറവും മണമൊക്കെ മാറി, രുചിയൊക്കെ മാറി. ആ മാറ്റം അതിങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ആ മാറ്റം എന്ത് ചെയ്തു? അതില്ലാതായി. ആ നിറവും മാറ്റം വന്നത് എങ്ങനെയാണോ അതിന് മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് ആ വെള്ളം തിരിച്ചു മാറുകയാണ്, പഴയ പോലെ ആവണം. അങ്ങനെ ആവാറുണ്ട് പല കാര്യങ്ങളും, പല സന്ദർഭങ്ങളിലും അങ്ങനെ ആവാറുണ്ട്. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആദ ഇലാ തൊഹൂരിയെത്തി, അത് വീണ്ടും തൊഹൂറാവും, ആ വെള്ളം വീണ്ടും തൊഹൂറാവും. എന്ത് മാറ്റം കൊണ്ടാണോ തൊഹൂർ അല്ലാതായത്, ആ മാറ്റം നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എന്തായി? തൊഹൂറായി, വീണ്ടും അത് തൊഹൂറാകും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ത്വാഹിറിന്റെ മറ്റൊരു ഇനമാണെന്ത്? വമിന ത്വാഹിരി മാ കാന ഖലീലൻ വസ്തുഅമില ഫീ റഫഇ ഹദസിൻ. ത്വാഹിറിന്റെ മറ്റൊരു ഇനം കുറച്ച് വെള്ളമേ ഉള്ളൂ, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഈ വെള്ളം നമ്മൾ എന്തിനുപയോഗിച്ചു? വസ്തുഅമില ഫീ റഫഇ ഹദസിൻ, അശുദ്ധി ഉയർത്താൻ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചു. അശുദ്ധി ഉയർത്താൻ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് വുളു എടുക്കാൻ വളരെ ചെറിയൊരളവ് വെള്ളം നമ്മുടെ കയ്യിലുണ്ട്. ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുളിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു പാത്രത്തിൽ കയറി നിന്നിട്ടാണ് കുളിക്കുക. ഒരു പാത്രത്തിൽ കയറി നിന്നിട്ട്, അല്ലെങ്കിൽ അവർ കുളിക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും?
ആ വെള്ളം മുഴുവൻ എന്ത് ചെയ്യും, അവിടെ നിൽക്കും. അങ്ങനൊരു എന്താ പറയാ, അത് നമ്മൾ സാധാരണ കുളിച്ചത് അതിങ്ങനെ ഒഴുകി പോകുന്നത് പോലെ, നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ എന്ത് ചെയ്യാറില്ല, വള്ളങ്ങൾ സാധാരണഗതിയിൽ അവർ നഷ്ടപ്പെടുത്തി കളയാറില്ല. അതുവരെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്കറിയാലോ, മരുഭൂമിയാണ്, വെള്ളം കിട്ടാൻ വളരെയധികം പ്രയാസമുള്ള സന്ദർഭം ആയതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും, ഉപയോഗിക്കും. ഇപ്പോൾ ഒരാളുടെ ശരീരത്തിൽ മറ്റൊന്നുമില്ല, വൃത്തികേടുകളൊന്നുമില്ല, നജസ്സുകളൊന്നുമില്ല, അയാൾ എന്ത് ചെയ്യണം, വുളു ചെയ്യുകയാണെങ്കിൽ ആ വുളു ചെയ്തതിന് ശേഷമുള്ള വെള്ളം മറ്റുള്ള കാര്യങ്ങൾക്ക്, തുണി അലക്കാനോ മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം അവർക്ക് അങ്ങനെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കേണ്ട അത്യാവശ്യമുണ്ട്, സാഹചര്യമുണ്ട്, അങ്ങനത്തെ സാഹചര്യമുണ്ട്. അപ്പം ഇവിടെ പറയുന്നത് കുറച്ച് വെള്ളമേ ഉള്ളൂ, ആ വെള്ളം എന്ത് ചെയ്യാണ്, അശുദ്ധി ഉയർത്താൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം എന്തായിത്തീരും, താഹിറായിത്തീരും. ഇപ്പോൾ നമ്മളിപ്പോൾ തൊഹൂറായ വെള്ളം എടുത്തു, വുളു എടുക്കാൻ തൊഹൂറായ വെള്ളം എടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ കയറി നിന്നിട്ട്, പണ്ടത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ചെയ്തിരുന്ന പോലെ ഒരു പാത്രത്തിൽ കയറി നിന്നിട്ട് നമ്മൾ വുളു എടുക്കുകയാണ്. നമ്മൾ വുളു ചെയ്യണം, വുളു ഇല്ലാത്ത നമ്മൾ വുളു ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ മറ്റു വൃത്തികേടുകളൊന്നുമില്ല, കേവലം വുളു മാത്രം എടുക്കുകയാണ്. ഈ വുളു എടുത്തതിന് ശേഷമുള്ള ഈ വെള്ളം, നമ്മൾ ഈ പാത്രത്തിൽ കയറുന്ന ആ പാത്രത്തിൽ ബാക്കിയാകുന്ന ഈ വെള്ളം, ആ വെള്ളം എന്താണ്, നജസാണോ? നമ്മുടെ ശരീരത്തിൽ നജസുണ്ടെങ്കിൽ അത് നജസാവും. നമ്മുടെ ശരീരത്തിൽ നജസുണ്ടെങ്കിൽ, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നജസൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളത്തിന് എന്താ പറയാ, ഇത് താഹിറായ വെള്ളം, ഇത് താഹിറായ വെള്ളമാണ്, അത് നജസായ വെള്ളമല്ല. അതിന് തെളിവ് ഇവിടെ കൊടുക്കുകയാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബ്ബ അലാ ജാബിരിൻ മിൻ വദൂഇഹി റവാഹുൽ ബുഖാരി. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം വുളു ചെയ്തതിൻ്റെ ബാക്കി വെള്ളം, ഇതുപോലെ പാത്രത്തിൽ നിന്നിട്ട് വുളു എടുക്കുമ്പോൾ അവശേഷിക്കുന്ന, ആ നിൽക്കുന്നിടത്ത് ബാക്കിയാകുന്ന ഈ വെള്ളം, ആ വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു പനി പോലത്തെ ഒരു രോഗം ബാധിച്ചപ്പോൾ ആ രോഗത്തിന് ചികിത്സ എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വെള്ളം അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് വിളിച്ചേ, കൈയെടുക്ക്, മുൻ കഴിയിട്ടോ. അപ്പോൾ തഹൂറായ വെള്ളം എന്തായി, താഹിറായി. എങ്ങനെ താഹിറായത്? വുളു എടുത്തത് കൊണ്ട്. അപ്പോൾ എല്ലാ വെള്ളത്തിലും നമ്മൾ വുളു എടുത്താൽ വുളു എടുത്ത വെള്ളമൊക്കെ താഹിറാവോ, തഹൂറല്ലാതാവോ? നമ്മളിപ്പോൾ ഒരു പുഴയിലിങ്ങനെ, പുഴ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ്, ആളുകൾ നിരന്ന് നിൽക്കുന്നുണ്ട്, വുളു എടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അറ്റത്തുള്ളവന് വുളു എടുത്തിട്ട് അതിന് ശേഷമുള്ള വെള്ളമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പുറത്തുള്ളവനൊക്കെ ബാക്കി കിട്ടുന്നതൊക്കെ തോഹറല്ലേ, ഇവരുടെയൊക്കെ ബാക്കിയുള്ളവരുടെയൊക്കെ വുളു ശരിയാവും. വെള്ളം തൊഹൂറാണെങ്കിലല്ലേ വുളു എടുക്കാൻ കഴിയുള്ളൂ, അശുദ്ധി നീക്കാൻ കഴിയുള്ളൂ. അതാണ് പറയുന്നത്, മാ കാന ഖലീലൻ, ഖലീലാണെങ്കിൽ, കുറച്ചാണെങ്കിൽ, ചെറിയ അളവേ ഉള്ളൂ, വലിയ അളവ്, പുഴയിലെ വെള്ളം പോലെ അങ്ങനെ വലിയ അളവൊന്നുമില്ല, ചെറിയൊരളവേ ഉള്ളൂ. എങ്ങനെയാണ് ഖലീലും കസീറും വേർതിരിക്കാൻ പറ്റുക? അതിനുള്ള മാനദണ്ഡം എന്താ? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ കസീർ എന്ന് പറയാൻ പറ്റും, ഇത്ര ഇതിനേക്കാൾ കുറവാണെങ്കിൽ ഖലീൽ എന്ന് പറയണം, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? ബൗണ്ടറി 2 കൊല്ലത്ത് അല്ലേ, വറക്കവ 2 കൊല്ലത്ത്, അത് വിശദമായിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എത്രയാണ് കൊല്ലത്ത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 കൊല്ലത്തിനേക്കാൾ
കുറവാണെങ്കിൽ ഖലീലാണ്. 2 കൊല്ലത്തും അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ കസീറാണ്. അപ്പൊ കസീറാണെങ്കിൽ എന്ത് വരുന്നില്ല, നമ്മൾ വുളു എടുത്തത് കൊണ്ട് ആ വെള്ളം ത്വാഹിറാകുന്നില്ല, ത്വഹൂറായി തന്നെ നിലനിൽക്കും, ത്വഹൂറായി തന്നെ നിലനിൽക്കും. ഖലീലാകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതേപോലെ ഇവിടെ മറ്റൊരു തെളിവ് കൊടുക്കുന്നു. വഫി ഹദീഫി സുൽഹിൽ ഹുദൈബിയ, സുൽഹിൽ ഹുദൈബിയെ സംബന്ധിച്ചുള്ള ഹദീസിൽ കാണാം, വഇദാ തവദ്ദഅ കാദു യഖ്തതിലൂന അലാ വദൂഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാറുണ്ട്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന് ശേഷമുള്ള ആ വെള്ളം ശ്രദ്ധിക്കണം. വുളു എടുത്ത് കഴിഞ്ഞു, നമ്മൾ പറഞ്ഞ പോലെ ഈ പാത്രത്തിൽ നിന്നിട്ടാണ് വുളു എടുക്കുന്നത്. വുളു എടുത്ത് അദ്ദേഹത്തിന്റെ അവയവങ്ങളിൽ നിന്ന് താഴേക്ക് വീണ ഈ വെള്ളം, അതിനു വേണ്ടി സ്വഹാബത്ത് എന്ത് ചെയ്യാറുണ്ട്, പരസ്പരം യുദ്ധം ചെയ്യാറുണ്ട്. യുദ്ധം ചെയ്യാറുണ്ടല്ല, അങ്ങനെ ആ അർത്ഥത്തിലല്ല, പരസ്പരം അവർ വാശി പിടിക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ആവേശത്തോടെ മുന്നോട്ട് വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ അറിയിക്കുന്നത് എന്താ, ഈ വെള്ളം എന്താവൂല, നജിസാവൂല. വുളു എടുത്തതിന് ശേഷമുള്ള വെള്ളം അത് നജിസാവുകയില്ല. നജിസാവുണ്ടോ എപ്പോ? നമ്മുടെ ശരീരത്തിൽ നജിസ് ഉണ്ടെങ്കിൽ, ശരീരത്തിൽ നജിസ് ഉണ്ടെങ്കിൽ. അതല്ലാതെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് വുളു എടുക്കുമ്പോൾ ആ വുളു എടുത്ത വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ നിന്ന് വുളു എടുക്കുകയാണെങ്കിൽ ആ വെള്ളം അത് നജിസാവുകയില്ല, അത് ത്വാഹിറായ വെള്ളം. അതേപോലെ വയുഅഫ അൻ യസീരിഹി, ഇത് പറയുമ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷനാവും, പലരും പിന്നെ ഒരുപാട് ഷക്കിലാവും. നമ്മളിപ്പോൾ എന്താ പറയാ, ചെറിയ ഉദാഹരണത്തിന് നമ്മൾ കയ്യിൽ വെള്ളം എടുത്തു, മനസ്സിലാൻ വേണ്ടി പറയണം. ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കുന്നത് എത്രത്തോളം അപകടമായ രീതിയിലാണ് എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ നമ്മൾ വെള്ളം എടുത്തു, വെള്ളം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒഴുക്കുകയാണ്. ഇങ്ങനെ ഒഴുക്കുമ്പോൾ ഈ വെള്ളം ഇവിടേക്ക് തട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്, അല്ലേ? ഇവിടത്തെ അശുദ്ധിയൊക്കെ ഉയർത്തി പിന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് എന്തായി, തൊഹൂർ എന്നുള്ളത് ത്വാഹിറായി. മനസ്സിലായോ? തൊഹൂർ എന്നുള്ളത് ത്വാഹിറായി. അങ്ങനെയൊന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. ആണ് വയുഅഫ അൻ യസീരിഹി. അതിൽ ചെറിയ നിസാരമായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ വിട്ടുകൊടുക്കപ്പെടും. അങ്ങനെ സൂക്ഷ്മമായിട്ട് അങ്ങനെ എന്താ പറയുക, ചില ആളുകൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ വല്ലാത്ത വസ്വാസുകളൊക്കെ ഉണ്ട്. നമ്മൾ ചില പള്ളികളിലൊക്കെ പോയിട്ട് വുളു എടുക്കാൻ ഹൗദിൽ കൈയിട്ട് ഇങ്ങനെ ചീത്ത പറയുന്ന പള്ളികളൊക്കെ ഉണ്ട്. കാരണം നമ്മളെന്താണ് അവിടെ വുളു എടുക്കാൻ വേണ്ടി കൈയിടുകയാണ്. അപ്പം നമ്മുടെ ആ കൈയിലെ അശുദ്ധി നീങ്ങുമ്പോൾ എന്തായി, ഈ വെള്ളം അപ്പം തന്നെ എന്തായി, ത്വാഹിറായി എന്നൊക്കെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനൊന്നുമല്ല. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ്, വുളു എടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ കയറി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ ചെയ്തിരുന്ന പോലെ നമ്മളങ്ങനെ അതിൽ മേലെ കയറി നിൽക്കുകയാണ് പാത്രത്തിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വുളു എടുക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് താഴെ വീണ് വുളു എടുത്തതിന് ശേഷം ബാക്കി താഴേക്ക് വീണ ഈ വെള്ളം, ഇതിനെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്, ത്വാഹിറാണെന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് ത്വാഹിറാണെന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ പാത്രത്തിൽ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ കൈ തട്ടി അപ്പോൾ അത് ത്വാഹിറായി, അല്ലെങ്കിൽ ഹൗദിൽ നമ്മൾ കൈ കഴുകാണ്ട് കൈയിട്ടു അപ്പോൾ ഹൗദിലെ വെള്ളം ത്വാഹിറായി, അങ്ങനെയൊന്നും കണക്കാക്കണ്ട. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്, അതൊക്കെ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ വയുഅഫ അൻ യസീരിഹി. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിസാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടു, അതെല്ലാത്തിനും ഇങ്ങനെ കണിശമായിട്ട് ഈ ഒരു വിഷയം നോക്കൊന്നുമില്ല. വഹുവ വാഹിറു ഹാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിന്റെയും അവസ്ഥയുടെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ലിഅന്നഹും യതവദ്ദഊന മിനൽ അഖ്ദാഹ്. കാരണം അവരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങൾ വുളു എടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ വുളു എടുക്കാറുണ്ട്. കസീറിന് മാത്രമേ അവരെന്ത് ചെയ്യുക, വുളു എടുക്കുള്ളൂ എന്നൊന്നുമില്ല. ഖലീലായ പാത്രത്തിൽ നിന്നും അവർ വുളു എടുക്കാറുണ്ട്. ഒരാൾ വുളു എടുത്തിട്ട് ശേഷം അടുത്ത ആൾ വുളു എടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
അപ്പം അവൻ ഒതു കൊടുക്കുമ്പോൾ അവൻ്റെ കൈയിട്ടില്ലേ, അപ്പം അതുകൊണ്ട് അത് ത്വാഹിറാവൂലേ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊന്നും അല്ല. പല ആളുകൾക്കും ഇത്തരം മസാലകൾ പഠിക്കുമ്പോൾ വരുന്ന തെറ്റിദ്ധാരണകളാണ്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. പിന്നെ വരുന്ന വിഷയം, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വിഷയം വരുന്നത്, ഔ ഇൻഗമസത് ഫീഹി കുല്ലു യദിൽ മുസ്ലിമിൽ മുകല്ലഫി അന്നാഇമി ലൈലൻ നൗമൻ യൻഖുദുൽ വുദൂഅ ഖബ്ല ഗസ്ലിഹാ സലാസൻ ബിനിയ്യത്തിൻ വതസ്മിയത്തിൻ വദാലിക വാജിബുൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കൈയിടുന്ന വസ്വാസ് വരാനുള്ള ഒരു കാരണം ഈ ഒരു മസാലയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാൾ രാത്രി ഉറങ്ങുക, ശരിക്കും ഉളു നഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ ഉറങ്ങാണ്. നമ്മൾ ഉളു നഷ്ടപ്പെടുന്ന ഉറക്കവും അല്ലാത്ത ഉറക്കവും തമ്മിൽ എന്താ വ്യത്യാസം? 2 തരം ഉറക്കമുണ്ട്. എല്ലാ ഉറക്കത്തിലും ഉളു നഷ്ടപ്പെടില്ല. എല്ലാ ഉറക്കത്തിലും ഉളു നഷ്ടപ്പെടില്ല. അവിടെ ഇങ്ങനെ ചാരി എന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഉളു നഷ്ടപ്പെടും. ചാരി ഇരുന്നിട്ടൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഉളു നഷ്ടപ്പെടും. പക്ഷെ ഇവിടെയൊക്കെ പല ബിരുദന്മാരും ചാരാതിരുന്നിട്ട് പോലും നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് നിങ്ങളെക്കാളും. അതൊന്നും എന്താവൂല, ഉളു നഷ്ടപ്പെടുത്തുന്ന ഉറക്കമല്ല. എന്നുവെച്ചാൽ നമ്മളുടെ മുതുക് പറഞ്ഞാൽ പുറകുവശമോ സൈഡോ 2 സൈഡുകളോ എവിടെയും സപ്പോർട്ടില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ഉറങ്ങുകയാണ്. എവിടെയും ചാരാതെ തട്ടാതെ ഉറങ്ങുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, കീഴ്വായു പുറത്തേക്ക് പോകുന്ന ആ ഭാഗം നിലത്ത് അമർന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഇരുന്നിട്ട് കണ്ണടഞ്ഞു പോവാണ്. ഖുതുബകളിലൊക്കെ ആകുന്നത് പോലെ, ക്ലാസ്സുകൾ എടുക്കുമ്പോൾ സംഭവിക്കുന്ന പോലെ അങ്ങനെ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ, ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂല? ഒതു നഷ്ടപ്പെടൂല. അങ്ങനത്തെ ഉറക്കമല്ല. അങ്ങനത്തെ ഉറക്കം അല്ല. അതല്ലാതെ ശരിക്കുള്ള ഉറക്കം. ഒരാൾ രാത്രി ശരിക്കും ഉറങ്ങാൻ വേണ്ടി തന്നെ കിടന്നുറങ്ങി. അങ്ങനെ അയാളുടെ ഉളു നഷ്ടപ്പെട്ടു. രാത്രി എന്ത് ചെയ്തു? ഉറക്കത്തിന് ശേഷം അയാൾ എഴുന്നേറ്റു. പ്രായപൂർത്തി എത്തിയ ഒരു മുസ്ലിമാണ്. അവൻ എന്ത് ചെയ്തു? അവൻ്റെ കൈ ഈ കലീലായിട്ടുള്ള പാത്രത്തിലേക്ക്, ചില പാത്രത്തിൽ കസീറായിട്ടുള്ള കൊല്ലത്തേൻ്റെ അത്രയൊന്നും വെള്ളമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഈ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യാണ്? ഇവൻ ആദ്യം ബിസ്മി ചൊല്ലി നിയത്തോടുകൂടി ഈ 2 കൈകൾ കഴുകാൻ നിമിഷം കൽപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഉറങ്ങി എഴുന്നേറ്റതിനാൽ ആദ്യം ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് ഇവൻ്റെ 2 കൈകളും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാണ്? ഈ പാത്രത്തിനുള്ളിലേക്ക് ഇടുകയാണെങ്കിൽ ആ വെള്ളം എന്താവും? താഹിറാകും. ആ വെള്ളവും താഹിറാകും. ശ്രദ്ധിക്കണം. കൈൻ്റെ ഒരു അറ്റം വിരൽ തട്ടിക്കഴിഞ്ഞാൽ താഹിറാവുന്നല്ല, കൈ മുഴുവനും അതിനുള്ളിലേക്ക് ഇടുകയാണ്. ആ വെള്ളം കുറച്ചാണ്, കൊല്ലത്തിൻ്റെ അത്രയൊന്നുമില്ല, വളരെ കുറച്ച് ചെറിയൊരളവ് മാത്രമേ വെള്ളമുള്ളൂ. അതും രാത്രി ഉറക്കത്തിന് ശേഷം വുളു നഷ്ടപ്പെട്ട് ശരിക്കും ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഈ കൈകൾ കഴുകുന്നതിന് മുമ്പ് കൈ കഴുകിയിട്ടിട്ടാലോ അപ്പം ഈ പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റതും എന്ത് ചെയ്യാണ്? ഇപ്പൊ നമ്മുടെ കയ്യിൽ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലൊരു പാത്രം വെള്ളമുണ്ട്, ചെറിയൊരു പാത്രം വെള്ളമുണ്ട്. ഈ പാത്രത്തിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നമുക്ക് വുളു എടുക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ പാത്രത്തിൽ നിന്ന് കൈയിലേക്ക് വെള്ളം ഒഴിക്കുക. പാത്രത്തിനുള്ളിൽ കൈയിടുന്നതിന് പകരം ആദ്യം ആ പാത്രത്തിൽ നിന്ന് നമ്മുടെ കൈയിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് 2 കൈകളും എന്ത് ചെയ്യുക? കഴുകുക. കഴുകിയതിന് ശേഷം എന്ത് ചെയ്യാം? അതിനുള്ളിലേക്ക് കൈയിടാം, പ്രശ്നമില്ല, താഹിറാവൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ അത് താഹിറാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന അടുത്ത മസാല. ഇത് വാജിബാണ്. ഇങ്ങനെ കഴുകുക എന്നുള്ളത് നിർബന്ധമാണ്. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ 2 കൈകളും അങ്ങനെ കഴുകുക എന്നുള്ളത് നിർബന്ധമാണ്. ലിഖൗലിഹി, എന്നുള്ള കാരണം തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തൈഖദ അഹദുകും മിൻ നൗമിഹി ഫൽയഗ്സിൽ യദൈഹി. നിങ്ങളിൽ ഒരാൾ
അവൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫൽയഗ്സിൽ യദൈഹി, അവൻ്റെ 2 കൈകളും അവൻ കഴുകിക്കൊള്ളട്ടെ. ഖബ്ല അൻ യുദ്ഖിലഹുമാ ഫിൽ ഇനാഇ സലാസൻ, ആ കൈകൾ അവൻ ഒരു പാത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്യട്ടെ, അവൻ്റെ 2 കൈകളും കഴുകിക്കൊള്ളട്ടെ. സലാസൻ, 3 തവണ, 3 പ്രാവശ്യം കഴുകണം, 3 പ്രാവശ്യം കഴുകണം. എന്താ പറഞ്ഞു? ഫഇന്ന അഹദക്കും ലാ യദ്രി ഐന ബാതത് യദുഹു, നിങ്ങളിൽ ഒരാൾക്കറിയില്ല അവൻ്റെ കൈകൾ രാത്രി എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അവനറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, പറയാം. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ. ഉറക്കത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ കിടക്കുന്നത്, നമ്മൾ കൈ എവിടെയാണ്, കാലെവിടെയാണ്, നമുക്കതൊന്നും അറിയില്ല. ഉറക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പം അത് പല സ്ഥലങ്ങളിലും പല എന്താ പറയുക ഭാഗത്തും തട്ടാനും പല മോശപ്പെട്ട കാര്യങ്ങൾ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ കൈ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ 3 തവണ കഴുകേണ്ടതാണ്. അപ്പം അങ്ങനെ കഴുകുമ്പോൾ ഈ ഒരു നിയ്യത്തോടുകൂടെ അതേപോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യുക, കൈകൾ കഴുകാൻ ശ്രദ്ധിക്കുക, കൈകൾ കഴുകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളൊക്കെ ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പലപ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യുന്നുണ്ടാവും പല്ല് തേക്കായിരിക്കും. പല്ല് തേക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകുക, എന്നിട്ട് ബ്രഷ് എടുത്താൽ മതി, പല്ല് തേക്കാൻ. ആദ്യം കൈ കഴുകി പിന്നെ എന്ത് ചെയ്യുക, പല്ല് തേച്ച്, അങ്ങനെ പിന്നെ വുളൂ ചെയ്യാം. മനസ്സിലായോ? ആ ക്രമത്തിൽ ചെയ്യാം, ആ ക്രമത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. വയഫ്തഖിറു ലിന്നീയത്തി, ഇതിന് നീയത്ത് ആവശ്യമാണ് ഈ ഒരു കൈ കഴുകുന്നതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എന്നോട് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഴുകാൻ കൽപ്പിച്ച ആ കൽപ്പനയാണ് ഞാൻ നിറവേറ്റുന്നത് എന്ന നീയത്ത് നമുക്ക് വേണം. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഏതാണ് ഹദീസ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് കാരണത്താൽ നമുക്ക് നീയത്ത് ഉണ്ടാവൽ നിർബന്ധമാണ്. വലി തസ്മിയ ബിസ്മി ചൊല്ലലും നിർബന്ധമാണ് എന്നിവിടെ പറയാനുള്ള കാരണം എന്താ? ഖിയാസൻ അലൽ വുദൂ, വുദൂവിനെ ഖിയാസാക്കിയിട്ട് വുദൂ ചെയ്യൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമാണെന്നതുപോലെ ഇതിലും ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ് എന്നതാണ്. അത് കാലഹു അബുൽ ഖത്താബ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞതാണ്. അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ബിസ്മി ചൊല്ല എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പ്രത്യേകം പറഞ്ഞതാണ്. അപ്പം ഇത് അതിനുമായിട്ട് ഖിയാസാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിലൊക്കെ ഖിലാഫുണ്ട്. അല്ലാഹു അലം. എന്തായിരുന്നാലും നമ്മൾ ബിസ്മി ചൊല്ലാനില്ലെങ്കിലും ഈ ഒരു നിയ്യത്തോടുകൂടെ എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കൈകൾ 3 പ്രാവശ്യം, കൈ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 2 കൈകളും പൂർണ്ണമായി 3 തവണ കഴുകാൻ നമ്മൾ ശ്രദ്ധിക്കുക. 2 കൈകളും പൂർണ്ണമായി 3 തവണ കഴുകാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെള്ളത്തിൻ്റെ 2ാമത്തെ ഇനം ത്വാഹിർ. അതിൽ വരുന്ന മസാലകൾ, ഒന്നാമത്തത് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അശുദ്ധി ഉയർത്താനും നജസ് നീക്കം ചെയ്യാനും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ത്വാഹിറാകുന്നത് എപ്പോഴാണ്? ത്വഹൂറായത് അതിൻ്റെ രുചിയോ മണമോ നിറമോ ശ്രദ്ധിക്കുക. ഇത് 3 പഠിച്ചു വെക്കണം. അതാണ് ഒരു വെള്ളത്തിൻ്റെ ഔസാഫുൽ മാ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ. ഔസാഫുൽ മാ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന്, അത് ഇനി നജസിലും വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നജസിലും വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യാണ്, ചെറിയ ഒരു മാറ്റമല്ല, കാര്യമായ മാറ്റം വരികയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചെറിയൊരു മാറ്റമാണെങ്കിലോ അത് പ്രശ്നമുള്ളതല്ല. ചെറിയൊരു മാറ്റം, നമ്മൾ കുളിക്കുമ്പോൾ പല ആൾക്കാർക്കും പറ്റുന്നൊരു
അത് അബദ്ധം എന്നല്ല, സ്വാഭാവികമായിട്ടും സംഭവിക്കാറുള്ളതാണ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും. കുളിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യും? കയ്യിൽ നിന്ന് സോപ്പ് വഴുക്കിയിട്ട് എന്ത് ചെയ്യും? ബക്കറ്റിൽ വീഴും. സംഭവിക്കാറല്ലേ? ബക്കറ്റിൽ വെള്ളം എന്ത് ചെയ്യും? സോപ്പ് വീണ് ബക്കറ്റിൽ നിന്ന് സോപ്പ് എടുക്കുമ്പോഴേക്കും ചെറിയൊരു മാറ്റം അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് തൊഹൂറല്ലാതാവോ? ഈ വെള്ളം ആവോ? തോഹിറായോ? ഇല്ല. ചെറിയ മാറ്റം, പ്രശ്നമില്ല. ഇത് തോഹിറാവും എപ്പോഴാ? ഇത് വെള്ളം, സോപ്പ് അതിൽ കലങ്ങി അത് മൊത്തം സോപ്പ് വെള്ളം എന്ന് പറയുന്ന രൂപത്തിലായി. ഒരു വെള്ളത്തിൽ സോപ്പിന്റെ ചെറിയൊരു സ്വാധീനം ഉണ്ടാകുന്നതും ആ വെള്ളം സോപ്പ് വെള്ളം ആകുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. വെള്ളം തന്നെ, പക്ഷെ ചെറിയൊരു സോപ്പിന്റെ മണമുണ്ട്, ചെറിയൊരു ചൊയ്യുണ്ട് എന്ന് പറയൂലേ? ആ അവസ്ഥയാണെങ്കിൽ തൊഹൂർ തന്നെയാണ്. ആ അവസ്ഥയാണെങ്കിൽ അത് തൊഹൂർ തന്നെയാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അത് താഹിറാവുക. അപ്പൊ ഈ മാറ്റം തനിയെ തിരിച്ചു പോവുകയാണെങ്കിലോ, ഇപ്പോൾ സോപ്പ് വെള്ളം അതിൽ വീണു, അല്ല, സോപ്പ് അതിൽ വീണ് സോപ്പ് വെള്ളമായി, അല്ലെങ്കിൽ സോപ്പും പൊടി വീണു സോപ്പ് വെള്ളമായി എന്ന് വിചാരിക്കും. അത് വെയിലത്തിരുന്നിട്ടോ അല്ലെങ്കിൽ കുറേ വെള്ളം അതിൽ വന്ന് വീണിട്ടോ അതിൽ ആ ഒരു മാറ്റം, സോപ്പിന്റെ അംശവും അതിൻ്റെ ആ ഒരു രുചിയും നിറമൊക്കെ മാറി പഴയ പോലായി. അപ്പോൾ ഇതെന്തായി? വീണ്ടും തൊഹൂറായി. പിന്നെ ഈ വെള്ളം താഹിറാകുന്നത് എപ്പോഴാണ്? കുറച്ച് കലീലായിട്ടുള്ള വെള്ളം നമ്മൾ അശുദ്ധി ഉയർത്താൻ ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞത്, കുളിക്കുമ്പോൾ ഒരു പാത്രത്തിൽ കയറുന്ന് കുളിക്കുക, അല്ലെങ്കിൽ ഉളു എടുക്കുമ്പോൾ പാത്രത്തിൽ കയറുന്ന് കുളിക്കുക. അപ്പോൾ ഈ കുളിച്ചു കഴിഞ്ഞാൽ ഉളു എടുത്തതിന് ശേഷമുള്ള ഈ വെള്ളം അത് താഹിറായ വെള്ളമാണ്. നമ്മളോട് എപ്പോഴെങ്കിലും അങ്ങനെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സന്ദർഭത്തിൽ പാത്രത്തിൽ കയറുന്ന് കുളിക്കാൻ ഏതെങ്കിലും ഒരു സന്ദർഭം അറിയോ? സഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തിരുന്നത് വെള്ളം ഇല്ലാത്തത് കൊണ്ട് പരമാവധി വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന വഴികളിലൊക്കെ ഉപയോഗിക്കുക എന്നുള്ള നിയത്തിലാണ്. നമ്മളോട് എപ്പോഴെങ്കിലും അങ്ങനെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വെള്ളം ഇല്ലാണ്ടായ നമ്മൾ ചെയ്യും, അത് വേറെ വിഷയം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഏതെങ്കിലും സന്ദർഭം, കൽപ്പിച്ച ഏതെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? കണ്ണേറ് ഉണ്ടായാലല്ലേ? ഒരാൾ വന്നിട്ട് പറയാണ്, നീ അന്ന് സംസാരിച്ച പിന്നെ എനിക്കാകെ തീരെ സുഖമില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇവിടെ വേദനയാണ്, നീ ഒന്ന് എനിക്ക് വേണ്ടി കുളിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം. നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കയറി നിന്ന് കുളിക്കണം. എന്നിട്ട് ആ കുളിച്ചതിൽ ഉള്ള ബാക്കിയുള്ള വെള്ളം അയാൾക്ക് കൊടുക്കണം. അയാളെ വെള്ളം എന്ത് ചെയ്യണം? അയാളുടെ വെള്ളം മേലെ കൂടെ ഒഴിക്കണം. വിശ്വാസം പഠിപ്പിച്ചെന്ന അത് നമ്മുടെ കണ്ണേർ കൊണ്ടാണെങ്കിൽ ഈ കുളിയിലൂടെ എന്ത് ചെയ്യും? ശമനം കിട്ടും. നമ്മളുടെ കണ്ണേർ കൊണ്ടാണെങ്കിൽ ഈ കുളിയിലൂടെ ആ വ്യക്തിക്ക് ശമനം കിട്ടുന്ന വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ രൂപത്തിൽ പാത്രം വെച്ചിട്ട് ഒതുകൊടുക്കുക, കുളിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള വെള്ളം എന്തായിത്തീരും? തൊഹൂറിൽ നിന്ന് താഹിറാകും. പിന്നെ ഉള്ളത് താഹിറാകുന്ന വിഷയം, ഈ രാത്രി ഉറങ്ങി എഴുന്നേറ്റിന് ശേഷം കഴുകാത്ത കൈയുമായി നേരെ കലീലായ വെള്ളത്തിൽ കൊണ്ട് എന്ത് ചെയ്യണം? ഈ കൈ മുഴുവനും ഇടുക. ഈ കൈ മുഴുവനും അതിലേക്ക് ഇടുക. അപ്പം അതും എന്താവും? ആ വെള്ളത്തിനെ താഹിറാക്കും. താഹിറാക്കി എന്ന് പറഞ്ഞാൽ പിന്നെന്താ അതിനർത്ഥം? പിന്നെ ആ വെള്ളം ഒതുകൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആ വെള്ളം പിന്നെ ഒതുകൊടുക്കാൻ പറ്റില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പം രണ്ടാമത്തെ ഇനവും കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ഇനം എന്തായിരിക്കും? നജസ്. അസാലിസു നജിസുൻ. നജസിന്റെ വിധി എന്താ? യഹ്റുമു ഇസ്തിഅമാലുഹു. അത് ഉപയോഗിക്കൽ ഹറാമാണ്. നജസായിട്ടുള്ള വെള്ളം ഉപയോഗിക്കൽ ഹറാമാണ്. ഇല്ലാ ലി ദറൂറത്തിൻ. ദറൂറത്തിൽ മാത്രം. അതെല്ലാ ഹറാമുകളും അങ്ങനെ തന്നെയാണ്. ദറൂറത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അത് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോ നമുക്കറിയാം, പന്നി മാംസം കഴിക്കാൻ ഹറാമാണ്. നമ്മളൊരു
സന്ദർഭത്തിൽ ഒരു സാഹചര്യത്തിൽപ്പെട്ടു, നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കെത്തി. ആ സന്ദർഭത്തിൽ നമുക്ക് പന്നി മാംസമല്ലാത്ത മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളത് കഴിക്കണം. ആണ് ദറൂറത്ത് എന്ന് പറയാം. അതെല്ലാ ഹറാമുകളും അങ്ങനെ തന്നെയാണ്. എല്ലാ ഹറാമുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദറൂറത്തല്ലാത്ത സന്ദർഭത്തിലൊക്കെയും നജിസായിട്ടുള്ള വെള്ളം ഉപയോഗിക്കൽ ഹറാമാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വലാ യർഫഉൽ ഹദസ വലാ യുസീലുൽ ഖബസ്. അത് അശുദ്ധിയെ ഉയർത്തുകയില്ല, നജസിനെ നീക്കം ചെയ്യുകയുമില്ല. അശുദ്ധിയെ ഉയർത്തുകയില്ല, നജസിനെ നീക്കം ചെയ്യുകയുമില്ല. എപ്പോഴാണ് ഇത് നജസാവുക? ശ്രദ്ധിക്കണേ. വഹുവ മാ വഖഅത് ഫീഹി നജാസത്തുൻ വഹുവ ഖലീലുൻ. ഖലീലായ വെള്ളത്തിൽ നജസ് വന്നു വീണു. ഖലീലായ വെള്ളം, ഇപ്പൊ കൊല്ലത്തേൻ്റെ അത്ര ഇല്ലാത്ത ഒരു പാത്രം, ആ പാത്രം നമ്മൾ എന്ത് ചെയ്തു? അതിൽ വെള്ളമുണ്ട്, പക്ഷെ ആ വെള്ളത്തിലേക്ക് എന്തെങ്കിലും നജസ് വന്നു വീണു. ആ വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഒരു നജസ് വന്നു വീണു. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം? എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? ഹദീസിൽ കാണാം, അതിന്റെ തെളിവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഹദീസ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കേട്ടു. വഹുവ യസ്അലു അനിൽ മാഇ യകൂനു ഫിൽ ഫലാത്തി മിനൽ അർളി വമാ യനൂബുഹു മിനസ് സിബാഇ വദ്ദവാബ്. എന്ന് വെച്ചാൽ തുറസ്സായ സ്ഥലങ്ങളിൽ ഉള്ള ജലാശയങ്ങൾ, കാട്ടിലും മറ്റുമൊക്കെ ഉണ്ടാവുന്ന ജലാശയങ്ങൾ, അവിടെ എന്തുവരും? ഈ സിബാ, വന്യമൃഗങ്ങൾ, സിംഹവും പുലിയും കടുവയും പോലത്തെ വന്യമൃഗങ്ങൾ ആ ജലാശയങ്ങളിലേക്ക് വരും. അതുപോലെ തന്നെ വദ്ദവാബ്, മറ്റുള്ള ജീവികൾ, മാന്, അതുപോലെ തന്നെ പല ജീവികളും വന്ന് വെള്ളം കുടിക്കുന്ന അങ്ങനെയുള്ള ജലാശയം, പൊതുവായിട്ടുള്ള ജലാശയങ്ങൾ. ഇങ്ങനെയുള്ള ജലാശയങ്ങളിൽ അത് ഉപയോഗിക്കുന്ന, അതിലത്തെ വെള്ളം ഉപയോഗിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടും. അങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? ഫഖാല ഇദാ കാനൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിലിൽ ഖബസ്. ആ വെള്ളം ഖുല്ലതൈൻ ഉണ്ടെങ്കിൽ, 2 ഖുല്ലത്തുകൾ ഉണ്ടെങ്കിൽ അത് ലം യഹ്മിലിൽ ഖബസ്, അത് നജിസാവുകയില്ല. വെള്ളം 2 ഖുല്ലത്തുണ്ടെങ്കിൽ അത് നജിസാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹുൽ ഖംസ. വരുന്നുണ്ട് വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പൊ കൊല്ലത്തേൻ്റെ അത്ര ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലത്തേനോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ എന്താ? കസീറ. കൊല്ലത്തേൻ്റെ അത്ര ഇല്ലെങ്കിൽ അത് ഖലീലാണ്. കൊല്ലത്തേൻ്റെ അത്ര ഇല്ലെങ്കിൽ അത് ഖലീലാണ്. അപ്പോൾ ഖലീലായിട്ടുള്ള അവസ്ഥയിൽ നജിസ് വന്ന് വീണാലാണ് പ്രശ്നം. കസീറാണെങ്കിൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലം യഹ്മിലിൽ ഖബസ്, അതെന്താവൂല? ഖബസ് ആവൂല, നജിസ് ആവൂല, നജിസ് ആവൂല. പിന്നെ ആവുണ്ടോ? എപ്പോഴാണ് കസീറായിട്ടുള്ള വെള്ളം നജിസാവുക? അത് ഈ ഒരു സന്ദർഭത്തിലാണ്. ഒന്നുകിൽ മണം, അല്ലെങ്കിൽ നിറം, അല്ലെങ്കിൽ രുചി. ഇതിൽ 3 ഏതെങ്കിലും ഒരു കാര്യം നജിസ് കൊണ്ട് അതിന് മാറ്റം വരും. ഇത് 3 ഏതെങ്കിലും ഒരു കാര്യത്തിന് നജിസ് കൊണ്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ ഖലീലാണെങ്കിലും കസീറാണെങ്കിലും ഒക്കെ നജിസാവും. ശ്രദ്ധിക്കണേ, വ്യത്യാസം ശ്രദ്ധിക്കണം. മണം, നിറം, രുചി, ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം വെള്ളത്തിൻ്റെ ഒരു നജസ് കൊണ്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഖലീലാണെങ്കിലും കസീറാണെങ്കിലും ഒക്കെ നജിസാണ്. ഖലീലാണെങ്കിലും കസീറാണെങ്കിലും നജിസാണ്. ഖലീലും കസീറും തമ്മിൽ വ്യത്യാസം വരുന്ന എപ്പോഴാണെന്നറിയുമോ? ഖലീലിൽ നജിസ് വന്ന് വീണാൽ തന്നെ ആ വെള്ളം നജിസാണ്. അത് മാറ്റം വന്നോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഖലീലിൽ ഒരു നജിസ് വന്ന് വീണാൽ തന്നെ
അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കസീറാണോ കലീലാണോ നോക്കേണ്ട ആവശ്യമില്ല, നോക്കാൻ പാടില്ല, അത് നജിസായി. പക്ഷെ കസീറിൽ നമുക്ക് എന്ത് നോക്കാം? നജിസ് വന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിറമോ മണമോ രുചിയോ മാറിയിട്ടുണ്ടോ നോക്കാം. നോക്കിയിട്ടില്ലെങ്കിൽ, മാറ്റം വന്നിട്ടില്ലെങ്കിൽ അത് ഉപയോഗിക്കാം, നജിസായിട്ടില്ല. ഈ ഒരു വ്യത്യാസം എന്തിലുണ്ട്? ഖലീലിനും കസീറും തമ്മിലുണ്ട്. ഈ ഒരു വ്യത്യാസം ഖലീലിനും കസീറും തമ്മിലുണ്ട്. അപ്പോൾ ഇത് ഹദീസ് ഉദ്ധരിക്കുന്ന റവാഹുൽ ഖംസ. ആരാണ് റവാഹുൽ ഖംസ? മറന്നുപോയില്ലേ? ബുഖാരി മുസ്ലിം ഒന്നുമില്ല. അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, പോരട്ടെ, 3 2 കൂടെ ഉള്ളൂ. നസായി, പിന്നെ ആരാ? അഹ്മദ്. ഇതാണ് 5 പേര്. റവാഹുൽ ഖംസ എന്ന് പറഞ്ഞാൽ ഈ 5 പേര് നേരത്തെ പറഞ്ഞതാണ്. വഫീ ലഫ്ള് ഇബ്നു മാജ വ അഹ്മദ്. ഇതേ ഹദീസിന്റെ തന്നെ ഇബ്നു മാജയുടെയും അഹ്മദിന്റെയും റിവായത്തുള്ളത് ലം യുനജ്ജിസ്ഹു ഷൈ, ഒരു കാര്യവും അതിനെ നജിസാക്കൂല. അത് നജിസാവൂല എന്നൊരു ഹദീസ് ഒരു റിവായത്തിൽ. മറ്റൊരു റിവായത്തിൽ ഒരു കാര്യവും അതിനെ നജിസാക്കൂല. എങ്ങനെയാണെങ്കിൽ? കൊല്ലത്തൈനാണെങ്കിൽ ഒരു കാര്യവും അതിനെ നജിസാക്കുകയില്ല എന്നൊരു റിവായത്തുണ്ട്. യദുല്ലു, ഇതറിയിക്കുന്നത് അലാ അന്ന മാലം യബ്ലുഹുമാ യൻജുസ്. ഈ ഹദീസ് അറിയിക്കുന്ന എന്താ? കൊല്ലത്തൈൻ എത്താത്ത വെള്ളം എന്താക്കും? നജിസാകും. കൊല്ലത്തൈൻ എത്താത്ത, അത്രയും അളവില്ലാത്ത വെള്ളം, ചെറിയ അളവിലുള്ള വെള്ളം, അതിൽ നജിസ് വന്നു വീണാൽ അത് നജിസാകും എന്ന് ഈ ഒരു ഹദീസ് അറിയിക്കുന്നുണ്ട്. അതിനറിയിക്കുന്ന മറ്റു തെളിവുകൾ കൊടുക്കുന്നുണ്ട്. വഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വലഗൽ കൽബു ഫീ ഇനാഇ അഹദികും ഫൽയഗ്സിൽഹു 7 മറാത്ത്. നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ട് നക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 7 പ്രാവശ്യം കഴുകണം. എന്തുകൊണ്ടാണ് കഴുകാൻ പറഞ്ഞത്? അത് ഖലീലായതുകൊണ്ടാണ്. നായ പുഴയിൽ നക്കാറില്ലേ? പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാറില്ലേ? ഇല്ലേ? പുഴ കഴുകാൻ പറഞ്ഞോ? എന്തുകൊണ്ടാണ് പറയാത്തത്? അത് കസീറാണ്. പാത്രത്തിൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. കൊല്ലത്തേനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് പാത്രം എന്ത് ചെയ്യാൻ പറഞ്ഞത്? കഴുകാൻ പറഞ്ഞത്. പിന്നെ നായ ആയതുകൊണ്ടാണ് 7 പ്രാവശ്യം. അത് പിന്നീട് വരുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അപ്പോൾ യദുല്ലു അലാ നജാസത്തിഹി മിൻ ഗൈരി തഗയ്യുരിൻ. മാറ്റം വന്നിട്ടില്ലെങ്കിലും, മാറ്റത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. മാറ്റത്തിന്റെ കാര്യം ഖലീലിൽ മാറ്റത്തിന്റെ വിഷയമേ പറഞ്ഞിട്ടില്ല. വലി അന്നൽ മാ അൽ യസീർ യുംകിനു ഹിഫ്ളുഹു ഫിൽ ഔഇയ. അതേപോലെ മറ്റൊരു വിഷയം, ഈ കൊല്ലത്തിനേക്കാളും കുറച്ചുള്ള ചെറിയ അളവിലുള്ള വെള്ളം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടച്ച് സംരക്ഷിച്ച് വെക്കാൻ പറ്റും. മറ്റ് നജസ്സുകളൊന്നും ആകാതെ സംരക്ഷിച്ച് വെക്കാൻ പറ്റും. ഫലം യുഅഫാൻഹു. അതുകൊണ്ട് അതിന്റെ വിഷയത്തിൽ എന്തില്ല? ഇളവില്ല. ഖാലഹു ഫിൽ കാഫി. അത് കാഫിയിൽ ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നതാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം കസീറിലും ഖലീലും തമ്മിലുണ്ട്. വഹുമില ഹദീസു ബിഇരി ബുദാഅ അലൽ കസീരി ജംഅൻ ബൈനൽ കുല്ലി ഖാലഹു ഫിൽ മുൻതഖ. മുൻതഖ എന്ന് പറഞ്ഞാൽ
ഇതിപ്പോൾ ബുലൂഗുൽ മറാമാണ്. ഇതുപോലെ ഹദീസ്, ഫിഖ്ഹിൻ്റെ ഹദീസുകൾ ശേഖരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അൽ മുൻതഖ മിൻ അഖ്ബാരിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എഴുതിയത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ വല്യുപ്പയായ മജുദുദ്ദീൻ ഇബ്നു തൈമിയ. അത് വളരെ അറിയപ്പെട്ടൊരു ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് ഈ ബിഅർ ബുദാ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കിണറിൻ്റെ സംഭവം, ആ കിണറിൽ ഹൈലിൻ്റെ കഷ്ണങ്ങൾ വന്ന് വീഴുന്നതും പട്ടിയുടെ ഇറച്ചികൾ വന്ന് വീഴുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞില്ല. ആ ഒരു കിണർ, ആ കിണറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നജിസ് ആവൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് 2 കൊല്ലത്തേനേക്കാളും കൂടുതൽ അതിൽ വെള്ളമുള്ളതുകൊണ്ട്. ശ്രദ്ധിക്കണേ, 2 വെള്ളത്തിനേക്കാളും കൂടുതൽ വെള്ളം അതിലുള്ള, അല്ലാതെ ഇപ്പോൾ ഒരു ചെറിയൊരു കിണറാണെന്ന് വിചാരിക്കുക, ചെറിയൊരു കിണർ, ആ കിണറിൽ എന്തുണ്ട്? ഇതുപോലെ പല വൃത്തികേടുകളും വന്ന് വീഴുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും കണക്കാക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅർ പറ്റി എന്ത് പറഞ്ഞു, കുഴപ്പമില്ല, അൽമാ ഉ തൊഹൂർ, വെള്ളം തൊഹൂറാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കരുത് കേട്ടോ. ശ്രദ്ധിക്കണം. ഇവിടെ ക്ലാസ് അവിടെ അല്ല, എവിടെയാണ്? അപ്പോൾ ബിഅർ ബുദായിൽ അതൊക്കെ വന്ന് വീണിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വുളു എടുത്തോളാൻ അനുവാദം കൊടുത്തതിനുള്ള കാരണം എന്താ? കാരണം എന്താ? എന്താ കാരണം? എന്തുകൊണ്ടാണ് ബിഅർ ബുദായെന്ന് അവിടെ ഹൈദ് ആയ തുണിക്കഷ്ണങ്ങൾ വന്ന് വീഴാറുണ്ട്, പട്ടിയുടെ മാംസത്തിൻ്റെ ഇറച്ചികൾ ആ കഷ്ണങ്ങൾ വന്ന് വീഴാറുണ്ട്, മറ്റു വൃത്തികേടുകൾ മറ്റു പലതും വന്ന് വീഴാറുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅർ ബുദായിൽ നിന്ന് വുളു എടുത്തിട്ട് എന്ന് അനുവാദം ചോദിക്കുമ്പോൾ അനുവാദം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണ്? ബിഅർ ബുദായിലെ വെള്ളം കസീറാണ്, കൊല്ലത്തേനേക്കാളും കൂടുതലുള്ളതുകൊണ്ടാണ്. കൊല്ലത്തേനേക്കാളും കുറവുള്ള കിണറാണെങ്കിലോ അതിലിതുപോലെ വന്ന് വീണ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല, നജിസാവും, അത് നജിസാകും. ഔ കാന കസീറൻ വതഗയ്യറ ബിഹാ അഹദു ഔസാഫിഹി, അല്ലെങ്കിൽ കസീറായ വെള്ളം കൊല്ലത്തേനേക്കാളും കൂടുതലുണ്ട്, പക്ഷെ എന്ത് ചെയ്തു, അതിൻ്റെ ഔസാഫിൽ മാറ്റം വന്നു. നമ്മൾ പറഞ്ഞില്ലേ, നിറം, മണം, രുചി, ഇതിലേതെങ്കിലും ഒരു കാര്യത്തിന് മാറ്റം വന്നു, നജസ് കൊണ്ട് മാറ്റം വന്നു, അപ്പോഴെന്താവും, അത് നജസാകും. ഖാല ഫിൽ കാഫി ബിഗൈരി ഖിലാഫ്, കാഫിയിൽ പറയുന്നത് അതിൽ ഖിലാഫില്ല ഉലമാക്കൾക്കിടയിൽ. വഖാല ഫി ഷർഹുൽ കബീറിൽ പറയുന്നത് ഹക്കാഹു ഇബ്നുൽ മുൻദിരി ഇജ്മാ, ഇബ്നുൽ മുൻദിർ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, കസീറാണ് പറഞ്ഞിട്ട് ഒരിക്കലും നജിസാവൂല എന്നുണ്ടോ? ഇല്ല. കസീറിൽ നജസ് വന്ന് വീണാൽ, നജസ് വന്ന് വീണു എന്നുള്ളത് കൊണ്ട് എന്താവൂല, നജിസാവൂല. എപ്പോഴും നജിസാവുക, ഒന്നുകിൽ നിറം, അല്ലെങ്കിൽ മണം, അല്ലെങ്കിൽ രുചി, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നജസ് കൊണ്ടുള്ള മാറ്റം ഉണ്ടാകണം. നജസ് വന്ന് വീണത് കൊണ്ടുള്ള മാറ്റം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കസീറാണെങ്കിലും നജിസാകും. ഫഇൻ സാല തഗയ്യുറുഹു ബിനഫ്സിഹി, ഈ നജസ് കൊണ്ടുള്ള മാറ്റം തനിയെ മാറി. ഉദാഹരണത്തിനൊരു കുളത്തിൽ എന്ത് ചെയ്തു, ഒരു പട്ടി ചത്തിട്ട് അതിൽ എന്ത് ചെയ്തു,
കുളത്തിൽ ചത്തു, മുങ്ങിച്ചത്തു. അപ്പം ആ ഒരു ഇത് കൊണ്ടുള്ള വ്യത്യാസം അതിലുണ്ട്. ഈ വ്യത്യാസം കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വെയിലൊക്കെ കൊണ്ട് കാറ്റൊക്കെ അടിച്ച് മഴയൊക്കെ പെയ്ത് എന്ത് ചെയ്തു? ആ മാറ്റം, ആ മോശപ്പെട്ട ദുർഗന്ധം എന്ത് ചെയ്തു? തനി നീങ്ങി പഴയ പോലെ ആയി. അപ്പം എന്താ? ഈ വെള്ളം വീണ്ടും തൊഹൂറായി. ഔ ബി ഇദാഫത്തി തൊഹൂരിൻ ഇലൈഹി, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കുറേ തൊഹൂറായ വെള്ളം ചേർക്കുകയാണ്. ഇപ്പോൾ ഒരു കുളത്തിൽ അല്ലെങ്കിൽ കിണറിൽ കുറച്ച് വെള്ളമുള്ളൂ, അതിൽ കുറച്ച് എന്തൊക്കെയോ നജിസുകൾ വീണിട്ടുമുണ്ട്. അപ്പം നമ്മളതിൽ എന്ത് ചെയ്യാണ്? കുറേ വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം അതിലേക്ക് നമ്മൾ പമ്പ് ചെയ്യണം, കുറേ അതിലേക്ക് ചേർത്താണ്. അങ്ങനെ ചേർത്തി അത് വളരെ വലിയൊരു അളവായി, അത് മുഴുവൻ തെളിഞ്ഞ വെള്ളം. അതിലിപ്പോൾ എന്തെങ്കിലും നജസിൻ്റെ മണവുമില്ല, നിറവുമില്ല, രുചിയൊന്നുമില്ല. അപ്പോഴതെന്തായി? അത് തൊഹൂറായി. ഔ ബിനസ്ഹിം മിൻഹു വയബ്ഖാ ബഅദഹു കസീർ. അതേപോലെ തന്നെ ഒരു ജലാശയത്തിൽ നജസ് വീണതിന് നമ്മൾ എന്ത് ചെയ്തു? ആ നജസിനെ അവിടെ നിന്ന് നീക്കം ചെയ്യും. നജസിനെ ഇപ്പോൾ കുളത്തിൽ പട്ടി ചത്ത അവസ്ഥയിൽ എന്ത് ചെയ്തു? പട്ടി ചത്ത ഇതിനെ, ശരീരത്തിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് പുറത്തേക്കെടുത്തു, നജസിനെ പുറത്തേക്കെടുത്തു. അങ്ങനെ പുറത്തേക്കെടുത്തതിന് ശേഷവും അതിൽ കഫീർ, കുല്ലത്തേനേക്കാളും കൂടുതൽ വെള്ളമുണ്ട്. അതിൽ യാതൊരു മാറ്റവുമില്ല, നിറത്തിനോ മണത്തിനോ രുചിക്കോ ഒരു മാറ്റമില്ല. അപ്പം അതെന്താണ്? തൊഹൂറാണ്. അപ്പോഴും അത് തൊഹൂറാണ്. തൽക്കാലം നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അപ്പം ഇത്രയും പറഞ്ഞതിനെ സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഇൻഷാ അല്ലാഹ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു ബുലൂഗുൽ മറാം കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ? കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ കൃത്യമായി അതിനനുസരിച്ച് നല്ല നല്ല മാറ്റങ്ങൾ വരുത്താനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു